അദ്ദേഹത്തിന് ബാപ്പായ ചെലവ് കൊണ്ട് കൊടുക്കുക. ദർസ് നടത്തുന്ന സ്ഥലത്തുനിന്ന് ശമ്പളം വാങ്ങുകയില്ലെന്ന് മാത്രമല്ല, അവിടെ നിന്ന് ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാത്ത ശുദ്ധാത്മാവ്. കാരണം അവരിൽ നിന്നും കിട്ടുന്നത് ഹലാലാണോ എന്ന് ധൈര്യമില്ലാത്തത് കൊണ്ട് തന്റെ ബാപ്പ സമ്പാദിച്ച ഹലാലായ സ്വത്തിൽ നിന്ന് 2 ആഴ്ച കൂടുമ്പോ ബാപ്പ കുറച്ച് ഉണക്കപ്പത്തിരി കൊണ്ട കൊടുക്കും. ഒരു ദിവസം അരച്ചീന്ത് പത്തിരി, 1 ഗ്ലാസ് വെള്ളം, അത് മാത്രമാണ് ഭക്ഷണം. അങ്ങനെ ജീവിച്ച ഇമാം മുഹീദ്ദീൻ നബവി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പ്രഗൽഭനായ ശിഷ്യൻ ഇബ്നുൽ അത്താർ അദ്ദേഹത്തിന്റെ ഉസ്താദിനെ കുറിച്ച് എഴുതിയ തുഹ്ഫത്തുൽ ത്വാലിബീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്, ഒക്കെ പറഞ്ഞു, നമ്മുടെ മോൻ നബവി വലുതായി, വലിയ ആര്യമായി, കിതാബുകളൊക്കെ എഴുതുന്നവരായി, കറാമത്തുകളൊക്കെ കാണിക്കുന്നവരായി. എന്തു ചെയ്യാൻ, ബാപ്പായും ഉമ്മായും നമ്മളൊക്കെ ഇപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ, നമുക്ക് ഈ മകൻ ഉള്ളത് കൊണ്ട് വല്ല നേട്ടം ഉണ്ടാകുമോ ആവോ പടച്ചവന്റെ മുമ്പിൽ എന്ന ഒരു ദുഃഖം അവരിങ്ങനെ പരാമർശിച്ചു. അന്ന് തന്നെ ഇബ്നുൽ അത്താർ എന്ന അരുമ ശിഷ്യൻ ഉസ്താദ് നബവി ഇമാമിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഉസ്താദെ, ഇമാം നബവി, നിങ്ങളുടെ ബാപ്പായും ഉമ്മായും ഒക്കെ ഉണ്ട്, ഇന്ന് വീട്ടിൽ വെച്ചൊരു ചർച്ച. അവരിങ്ങനെ പറയുന്നു, നിങ്ങൾ വലിയ ആര്യമായി, വലിയ കറാമത്തുള്ള വലിയായി, ഇങ്ങനൊക്കെ ഉയർന്നിട്ട് ബാപ്പാക്കും ഉമ്മാക്കും കുടുംബക്കാർക്കും പരിചയക്കാർക്കും ഒക്കെ ആഖിറത്തിൽ എത്തുമ്പോൾ വല്ല പ്രയോജനവും കിട്ടുമോ നിങ്ങളെ പോറ്റിയാൽ എന്ന് അവരിങ്ങനെ പറയുന്നുണ്ട്. എന്നങ്ങോട്ട് കേട്ടപ്പോഴേക്ക് അല്ലാഹുവുമായി ഇബാദത്തിൽ സ്വാധീനം ചെലുത്തിയ ദീനിന്റെ പണ്ഡിതൻ ഇമാം മുഹീദ്ദീൻ നബവി റളിയല്ലാഹു അൻഹു അവിടെ വെച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ മുമ്പിൽ പറയുന്നു, വല്ലാഹി ഇൻ കാന സമ്മജാഹുൻ വല്ലാഹി ലാ ദഖൽതുൽ ജന്ന വവാഹിദുൻ മിമ്മൻ അരിഫുഹു വറായി വലാ അദ്ഖുലുഹാ ഇല്ലാ ബഅദഹും. അല്ലാഹുവാണ് സത്യം. നാളെ മഹ്ശറിൽ പരലോകത്തെത്തി അല്ലാഹുവിന്റെ മുമ്പിൽ എനിക്ക് വല്ല സ്ഥാനവും നിലവാരവും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എനിക്ക് പരിചയമുള്ള, എന്നെ സഹായിച്ച, എനിക്ക് ഒത്താശ ചെയ്ത ഒരൊറ്റ കുട്ടിയും പുറത്തു കടന്നുകൊണ്ട് ഞാൻ അങ്ങ് സ്വർഗത്തിൽ പോകില്ല. എനിക്ക് ബന്ധപ്പെട്ടവരെ മുഴുവൻ ഞാൻ സ്വർഗത്തിൽ കയറ്റിയിട്ടല്ലാതെ വല്ലാഹി ലാ ദഖൽതുൽ ജന്ന, ഞാൻ അങ്ങ് സ്വർഗത്തിലേക്ക് കയറുകയില്ലെന്ന് മഹാനായ ഇമാം മുഹീദ്ദീൻ നബവി റളിയല്ലാഹു അൻഹു അവരുടെ പരിചയക്കാർ, അവരുടെ കിതാബ് ഓതിയവര്, ഓദിച്ചവര്, അവരെ ബഹുമാനിച്ചവര്, സദസ്സിൽ നിന്ന് തർദിയത്ത് ചൊല്ലിയവര്, അവരൊക്കെ അവർക്ക് ബന്ധപ്പെട്ട ആളുകളാ. അതിങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി, പടച്ചോനെ, ഈ നബവി ഇമാമിന്റെ സ്വാധീനവും ബന്ധവും കിട്ടാൻ എന്താ മാർഗം? ആത്മീയ നേതാക്കളോട് ബന്ധം സ്ഥാപിക്കാൻ കൈക്കൂലി കൊടുക്കലല്ല, പിന്നെ അവരുടെ പേരിൽ ഫാത്തിഹ കൂടുതൽ ഓതുക, അവരുടെ കിതാബുകൾ കൂടുതൽ പ്രചരിപ്പിക്കുക, അതൊക്കെ ഒരു മാർഗമാണ്, സുന്നികൾ നടപ്പാക്കുന്ന മാർഗം. അൽ ഫാത്തിഹ, അതിന്റെ ആൾക്കാരാ നമ്മൾ. എനിക്ക് തോന്നി എന്നാ ഒരു ചെറിയ കാര്യം ചെയ്യുക, മലയാള ഭാഷയിൽ ഇമാം നബവിയെ കുറിച്ച് പരിചയമില്ലാത്ത ലോകത്തിന്റെ മുമ്പിൽ ഒരു കിതാബ് ഇമാം നബവിയെ കുറിച്ച് എഴുതിയാൽ എന്താ? ഒരു ലഘുവായ, ഒരു വിനീതമായ ഒരു പുസ്തകം ഈ എളിയവൻ എഴുതിയപ്പോ ഈ കൊട്ടേഷന്റെ മുമ്പിൽ കരഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു അത് തൃപ്തിപ്പെടട്ടെ, അള്ളാഹു അത് ആഖിറത്തിൽ സ്വീകരിക്കട്ടെ. എനിക്ക് പരിചയമുള്ള ബന്ധപ്പെട്ടവരെ ഒക്കെ സ്വർഗത്തിലേക്ക് കയറ്റിയിട്ടല്ലാതെ ഞാൻ അങ്ങ് സ്വർഗത്തിൽ കടക്കാൻ തയ്യാറാവുകയില്ലെന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ഇമാം മുഹീദ്ദീൻ നബവി റളിയല്ലാഹു അൻഹുവിന്റെ ശഫാഅത്തിൽ നമുക്കൊക്കെ അള്ളാഹു പ്രവേശനം നൽകട്ടെ. അതൊരു നബവി ഇമാമിന്റെ മാത്രമല്ല, എല്ലാവരും ഇത് പറഞ്ഞതാ. നമ്മുടെ ഏറ്റവും വലിയ സൂപ്പറാണല്ലോ ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ. ഉറക്കെ ചൊല്ലിക്കോ ഇൻഷാ അല്ലാഹ്. ഈ സദസ്സ് നമുക്ക് അതിനൊക്കെ വഴിയൊരുക്കണം. ഇമാം ശാഫിഈ പറഞ്ഞത്, ഞാൻ ആള് വളരെ സാധുവാണ്, പാപിയാണ്, സാധുവാണ്, പാപിയാണ്, പക്ഷേ എനിക്കുള്ളത് എന്താ? എന്റെ മുമ്പിൽ കുറെ വലിയ ഉസ്താദുമാരും സ്വാലിഹീങ്ങളും ഉണ്ട്. അവരെയൊക്കെ സ്നേഹിക്കുന്ന ഒരു ഖൽബ് എനിക്കുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ രക്ഷപ്പെട്ടു പോകും എന്ന് ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ. പിന്നീടോ നിനക്കാ ശഫാഅത്ത് പ്രതീക്ഷിക്കാൻ പറ്റാത്തത്? പാട്ടുപാടിയതാണത്. സ്വാലിഹീങ്ങളായ മഹാന്മാരോട് എനിക്ക് മഹബത്തുണ്ട്, ഞാൻ അവരിൽപ്പെട്ട ആളൊന്നുമല്ലെങ്കിലും എന്നത് വിനയത്തിന്റെ ഭാഷയാണ്. ഇത് മൗലവിമാര് പറയണ ഖുർആനും സുന്നത്തും എനിക്കേ തിരിഞ്ഞിട്ടുള്ളൂ എന്നല്ലല്ലോ ഇമാമിങ്ങൾ പറയാ. ഞാൻ സ്വാലിഹീങ്ങളിൽപ്പെട്ട വലിയ ഒരാളൊന്നുമല്ലെങ്കിലും സ്വാലിഹീങ്ങളോട് എനിക്ക് മഹബത്തുണ്ട്. അവരോടുള്ള സ്നേഹബന്ധത്തിൽ എനിക്ക് അവരുടെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു എന്ന് ഇമാമുന ശാഫിഈ. ഇനി എന്ത് തെളിവ് വേണോടോ നിനക്ക്? എന്ത് തെളിവ് വേണം? ശാഫിഈ ഇമാമ് ഈ ശഫാഅത്തും കാത്തു ജീവിച്ച മഹാനുഭാവനാണ്. ഈ ബൈത്ത് 10 ലക്ഷം ഹദീസ് ഹൃദിസ്ഥമാക്കിയ ഇമാമു സുന്ന ശാഫിഈ ഇമാമിന്റെ ശിഷ്യനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഈ ബൈത്ത് അദ്ദേഹം കേട്ടു. തന്റെ ഉസ്താദ് ഇങ്ങനെ ഒരു ബൈത്ത് പാടിയിട്ടുണ്ട്.
അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞത്, ഹോ ഉസ്താദ്, അവരുടെ അങ്ങയുടെ വിനയം വല്ലാത്ത വിനയം. എന്നാൽ അങ്ങയെപ്പറ്റി ഞാൻ പാടാം. ഇമാം ശാഫിഈ, നിങ്ങൾ സാലിഹീങ്ങളെ സ്നേഹിക്കുന്ന ആളുമാണ്, നിങ്ങൾ സാലിഹീങ്ങളിൽ പെട്ട ആളുമാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന ആളുമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ച് സ്വർഗത്തിൽ കടക്കുമെന്ന് ആശിക്കുന്നു. കൂട്ടു കമ്പനി, അവരൊക്കെ ഒറ്റ കമ്പനിയാ, കറക്ക് കമ്പനി, അതെ, സ്വർഗത്തിലേക്കുള്ള കമ്പനി. അള്ളാഹു ആ കൂട്ടത്തിൽ ഈ സാധുക്കളെ ഉൾപ്പെടുത്തി തരട്ടെ. അതേ നമ്മുടെ കയ്യിലുള്ളൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ വസാരി ഇമാം പറഞ്ഞ ആ വാക്ക് ഇന്നത്തെ സദസ്സിന്റെ സമ്മാനമാണ്. മഹാന്മാരുടെ മനസ്സിന്റെ ഉള്ളിൽ ആഖിറത്തിൽ ശഫാഅത്ത് ചെയ്യാൻ മാത്രമുള്ള ഒരു ബന്ധം നീ സ്ഥാപിച്ചെടുക്കുക. അവര് റമദാനിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓടി നടന്നിട്ട് വരിക, കൈരി വേണം പാവങ്ങൾക്ക് കൊടുക്കാൻ, എന്റെ എത്തിങ്കാനയുടെ കുട്ടികൾക്ക് നാളെ ചോറ് വെക്കാൻ പൈസ ഇല്ല, എന്തെങ്കിലും തരണം എന്നൊക്കെ പറഞ്ഞാൽ 10 ഉറുപ്പിക എടുത്ത് മനസ്സ് സന്തോഷിപ്പിച്ചാൽ ഇൻഷാ അല്ലാഹ് അതൊക്കെ ആ മുതൽക്കൂട്ട് അള്ളാഹു ഖൈറിനെ ഖൈറായി കണ്ട് അത് ഉൾക്കൊണ്ട് നടപ്പിൽ വരുത്തുന്നവരെ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, എന്റെ ഉമ്മത്തുകളിൽപ്പെട്ട മഹാന്മാര് ശഫാഅത്ത് ചെയ്യുമെന്ന് എത്ര ഹദീസുകളിലാ ഉള്ളത്? 1 2 10 ഹദീസുകളല്ല. സാലിഹീങ്ങളും ഉലമാക്കളും ശുഹദാക്കളും ശഫാഅത്ത് ചെയ്യും. മഹാനായ റസൂലുള്ളാഹി പറയുന്ന തുർമുദി ഇബ്നു മാജഹ ഹാക്കിം ഒക്കെ ഉദ്ധരിച്ചത് കാണാം. യദ്ഖുലുൽ ജന്നത ബിശഫാഅത്തി റജുലിൻ മിൻ ഉമ്മത്തി അക്തറ മിൻ റബീഅത വ മുളർ. ജനസംഖ്യകളെ കൊണ്ട് കുരുങ്ങിക്കിടക്കുന്ന നിറഞ്ഞ വലിയ 2 കുടുംബങ്ങളാണ് റബീഅത്ത് മുളർ. കുറേ മനുഷ്യന്മാരുള്ള 2 കുടുംബങ്ങളാ. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്റെ ഉമ്മത്തുകളിൽപ്പെട്ട ഒരു മഹാൻ റബീഅത്ത് മുളർ ഗോത്രത്തിലുള്ള മുഴുവൻ മനുഷ്യരെക്കാളും കൂടുതൽ ആളുകൾക്ക് ശഫാഅത്ത് ചെയ്ത് സ്വർഗത്തിൽ കടത്തുമെന്ന് ഖാല റസൂലുള്ളാഹി. ഒറ്റ മഹാൻ ആയിരക്കണക്കിന് ആളുകളെ സ്വർഗത്തിൽ കടത്തും എന്ന് അള്ളാഹുവിന്റെ റസൂൽ. അതൊന്നും ഉണ്ടാവൂല എന്ന് പറയാൻ വഹാബി, നിനക്ക് എന്ത് വീറ്റോ പവറാ ഉള്ളത്? എനിക്കെപ്പോഴും തോന്നലുണ്ട് ഈ മുജാഹിദ് ജമാഅത്തൊക്കെ അള്ളാഹുവിന്റെ മുമ്പ് ജനിക്കേണ്ട ആൾക്കാരാ. എന്താ കാരണോ? അങ്ങനെ ഉണ്ട് ഒരു വാക്ക്, എന്റെ വാക്കിലല്ല കുഴപ്പോ. അള്ളാഹു തആല തീരുമാനിച്ച പല സംഗതി ശരിയല്ല എന്നപ്പ ഇവരെ വാദം. അതിന് തീരുമാനത്തിന്റെ മുമ്പ് ഇവരുണ്ടാവണ്ടേ? നടക്കാൻ പോകുന്ന കാര്യമാണോ? അതുകൊണ്ട് ഇത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാ, എന്റെ ഉമ്മത്തിലെ ഒരു മഹാൻ ആയിരക്കണക്കിന് മനുഷ്യന്മാരെ ശഫാഅത്ത് ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ കടത്തും. ഇത് ഉസ്മാൻ ബിൻ അഫ്ഫാനെ സൂചിപ്പിച്ചാണെന്നും അതല്ല ഉവൈസുൽ ഖറനി റഹ്മത്തുള്ളാഹി റളിയല്ലാഹു അൻഹു അവരെ സൂചിപ്പിച്ചാണെന്നും ഒക്കെ ഹദീസിലുണ്ട്. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, യുഖാലു ലിർറജുൽ, നാളെ മഹ്ശറിൽ വെച്ച് സാലിഹീങ്ങളായ മഹാന്മാരോട് അല്ലാഹുവിന്റെ കൽപ്പന വരും, ഖും യാ ഫുലാൻ, ഇന്നാലിന്ന മഹാൻ എഴുന്നേൽക്കുക, ഫശ്ഫഅ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ശഫാഅത്ത് ചെയ്യുക എന്ന് കേൾക്കുമ്പോ സാലിഹീങ്ങളായ മഹാന്മാർ മഹ്ശറിൽ എഴുന്നേറ്റിട്ട് അദ്ദേഹം ആ കുടുംബത്തിനൊന്നാകെ ശഫാഅത്ത് ചെയ്യും. ചിലര് ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള പോസ്റ്റ് ഉണ്ടാകും, ചിലർക്ക് 2 ആൾക്ക് പോസ്റ്റ്. അത് ഓരോരുത്തരുടെ ഖദർ അനുസരിച്ച്, അലാ ഖദ്രി അമലിഹി. അങ്ങനെയല്ല, എല്ലാ വലിയ വിഷയത്തിലും അങ്ങനെ തന്നെയാ. വലിയ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ 10 സീറ്റ് കൊടുക്കാൻ കഴിയും. അതിനേക്കാളും വലിയ മാനേജ്മെന്റ് കോട്ട എന്ന് പറഞ്ഞൊരു കോട്ടല്ലേ, മാർക്കില്ലാത്ത കുട്ടികൾക്ക് 2nd ഗ്രൂപ്പ് പഠിക്കാനുള്ള വലിയ മഹാഭാഗ്യം. എന്നിട്ട് നമ്മളൊക്കെ അല്ലേ തിരുവനങ്ങാടി വലിയ മുതലാളിമാരെ വീട്ടിൽ പോയി, അപ്പോഴവർ പറയും, എനിക്ക് 5 ആളുടെ സീറ്റ് കോട്ടയാ ഉള്ളത്, ആ ശഫാഅത്തൊക്കെ കഴിഞ്ഞു പോയി, അതുകൊണ്ട് അടുത്ത വർഷം നോക്കാം, അടുത്ത കൊല്ലം 2ാമത്തെ കുട്ടി ഉണ്ടെങ്കിലല്ലേ ആചാര്യ. അവസാനം പിന്നെ പറയാ, മറ്റൊരു മുതലാളിക്ക് 3 കോട്ട ഉണ്ട് ശഫാഅത്തിന്റെ, അതിന് അദ്ദേഹം ആർക്കും കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ അയാളോട് ശഫാഅത്ത് ചെയ്ത് നോക്കാം. ഇതൊക്കെ ദുനിയാവിലല്ലേ? ദുനിയാവില് സ്നേഹമില്ലാത്ത മാനേജ്മെന്റിന്റെ മുമ്പിലാ റബ്ബുൽ ആലമീനായ കരുണക്കടലായ ദയാവത്സലനായ റബ്ബിന്റെ മുമ്പിൽ അവന്റെ പ്രിയപ്പെട്ട ഔലിയാക്കന്മാരും ആലിമീങ്ങൾക്കും ശഫാഅത്തിന് അധികാരം ഉണ്ടാകുമെന്നത് റസൂലുള്ളാഹി പറഞ്ഞതുകൊണ്ടും പ്രമാണങ്ങളെ കൊണ്ട് സ്ഥിരീകരിച്ചതുകൊണ്ടും അതിന്റെ ഒക്കെ പുറമെ ബുദ്ധി കൊണ്ടും സ്ഥാപിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ ആ വിഷയം ഇവിടെ തൽക്കാലം നിർത്തുന്നു. ശഫാഅത്ത് സത്യമാണ്, മഹാന്മാരുടെ ശഫാഅത്ത് തീർച്ചയായും പുലരും. അതിലൊക്കെ അല്ലാഹു തആല നമ്മളെ വിജയിപ്പിക്കുമാറാകട്ടെ. അങ്ങനെ മഹ്ശറിലെ ഘട്ടങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇതുവരെ കുറച്ച് സന്തോഷമുള്ള വിഷയം പറഞ്ഞതാ, ഇനിയും ബേജാറ് തന്നെയാ മഹ്ശറിന്റെ കാര്യം. എന്നാലും ഹബീബായ അഷ്റഫുൽ ഖൽഖ് താഹ റസൂലുള്ളാഹി പുന്നാര നബി അല്ലാഹു ആദരിക്കുന്ന ആ സ്ഥാനത്തെ കുറിച്ച് മോമിനീങ്ങളൊന്ന് പറയണ്ടേ? ചുരുങ്ങിയത് നാളെ ആഖിറത്തിൽ എത്തുമ്പോ ഞങ്ങൾ റഷീദ് നഗറിൽ വെച്ച് സിന്ദാബാദും വിളിച്ച് തങ്ങളുടെ ഈ മഹത്തായ സ്ഥാനത്തെ കുറിച്ച് നേരത്തെ മനസ്സിൽ കണക്ക് കൂട്ടിയവരാ എന്നൊന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ കൈപിടിച്ച് മുത്താൻ കഴിയണ്ടേ മോമിനീങ്ങളെ? അള്ളാഹു നമ്മളെ അതിലേക്ക് നയിക്കട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് കേട്ടോ, മഹ്ശറിൽ 1000
ആയിരക്കണക്കിന് വർഷം വിചാരണക്കെടുക്കാതെ കാത്തു നിൽക്കുന്ന മനുഷ്യന്മാർ ഇനി എന്ത് പഠിച്ചവനെ, നരകമായാലും തിരക്കടില്ല. ഹദീസിലുണ്ട്, ചില മനുഷ്യന്മാർ പറയും പാപികൾ ഇവിടുത്തെ അദാബ് സഹിച്ചൂടാ, സൂര്യന്റെ തെക്ക് ഒരു ഭാഗത്ത് ഒന്ന് തിരിഞ്ഞു നിൽക്കാൻ സ്ഥലമില്ലാത്ത ഒരു സങ്കടം വേറെ, ഇങ്ങനെ വിയർപ്പിൽ കുളിച്ചു നിൽക്കുന്ന ഈ സമയത്ത് നരകമെങ്കിലും നരകമായാലും തിരക്കടില്ല, അള്ളാഹു ഒന്ന് വിചാരണ ചെയ്ത് എന്തെങ്കിലും ഒന്ന് തീരുമാനം എടുത്തു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് നരകിക്കുമ്പോഴാണ് ആളുകൾ തീരുമാനിക്കുന്നത്. സഹീഹുൽ ബുഖാരി, മുസ്ലിം എല്ലാ ഗ്രന്ഥങ്ങളിലും ഉദ്ധരിച്ച ഹദീസ് കാണാൻ കുറച്ച് സുദീർഘമാണ്, എല്ലാ വഅദിലും കേൾക്കുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗം വളരെ ഹ്രസ്വമായി പറയട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കലും ഞങ്ങൾ ഒത്തൊരുമിച്ച് റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ ഭക്ഷണത്തിന്റെ മുമ്പിലിരിക്കുന്നു ആഹാരം കഴിക്കാൻ. അപ്പോഴതാ പുന്നാര നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാംസഭക്ഷണം അവിടെ കൊണ്ടുവച്ചിരിക്കുന്നു. മാംസഭക്ഷണത്തിൽ തന്നെ കൊറുക്, ആടിന്റെ മാംസത്തിലെ കൊറുക് ഭാഗം റസൂലുള്ളാഹിക്ക് കൂടുതൽ പ്രിയമാണ്. ആ കൊറുകിന്റെ ഒരു കഷ്ണം എടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അത് ഭക്ഷിക്കാൻ, അത് ഭുജിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോഴാണ് പുന്നാര നബി തങ്ങൾ ആ സന്തോഷത്തിന്റെ സമയത്ത് കൂടെ ഇരിക്കുന്ന സഹാബത്തോട് പറഞ്ഞ കഥയാണ്. എന്തിനാണ് ആ സന്ദർഭവും പശ്ചാത്തലവും ഒക്കെ പറയുന്നത്? മനസ്സിൽ നിൽക്കാനാ. അല്ലാഹുവിന്റെ റസൂൽ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കും മധ്യേ പറഞ്ഞ വാക്കാണ്, അന സയ്യിദുൻ നാസി യൗമൽ ഖിയാമ. ആദം മുതൽ കോടാനുകോടി മനുഷ്യർ ഒരുമിച്ച് കൂടുന്ന മഹ്ശറിലെ അവിടുത്തെ ഏറ്റവും വലിയ ലീഡർ ഞാനായിരിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. ഇതൊരു മടിയില്ലാതെ പറയുന്നവരാ. ഇന്ന് നോക്ക് നിങ്ങൾ, എന്ത് ചെയ്യാൻ, അല്ലാഹുവിന്റെ റഹ്മത്തൊന്ന് ദൂരീകരിക്കപ്പെട്ടു പോയാൽ ഇതൊന്നും ചെറിയ കുറ്റമല്ലട്ടോ. വഹാബികൾ, മുജാഹിദുകൾ പുതിയ പുസ്തകങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ. അവര് മുഴുവൻ ഹമക്കുകൾ ചുവന്ന മഷി എടുത്തിട്ട് സയ്യിദിന എന്നുള്ളത് വെട്ടുന്ന പണിയാ. ഇതൊന്നും സുന്നി സാധാരണക്കാർക്ക് അറിയില്ല. സയ്യിദിന മുഹമ്മദ് എന്ന് എഴുതാൻ പാടില്ല. സയ്യിദിന എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങളുടെ നേതാവായ, ഞങ്ങളുടെ നായകനായ പുന്നാര നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കിതാബായ കിതാബിൽ മുഴുവൻ, ലേഖനങ്ങളിൽ മുഴുവൻ സയ്യിദിന എന്നുണ്ടോ അത് ചുമപ്പ് മഷി കൊണ്ട് വെട്ടി പ്രസ്സില് പുതിയ പുസ്തകം അച്ചടിക്കുമ്പോൾ അതൊക്കെ മായ്ച്ച് സയ്യിദിന എന്ന് പറയാൻ മടി കാണിച്ച ഖൗമേ, ഇൻഷാ അല്ലാഹ് അവിടെ വെച്ച് ഞങ്ങളുടെ സയ്യിദിന്റെ മുമ്പിൽ ഞങ്ങൾ കാണിച്ചു തരാം. ഇതേ മറുപടി പറയാൻ കഴിയും. അന സയ്യിദുൻ നാസി യൗമൽ ഖിയാമ. നാളെ ഞാനാണ് നേതാവ്, ഞാനാണ് ജനങ്ങളുടെ നായകൻ. റസൂലുള്ളാഹി പറയുകയാണ്, വഹൽ തദറൂന ബിമദാക്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയുമോ കൂട്ടുകാരെ? ചിരിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുന്നു, യജ്മഉല്ലാഹുൽ അവ്വലീന വൽ ആഖിരീന ഫീ സഈദിൻ വാഹിദ്. ഒരേ മൈതാനത്ത് മുൻഗാമികളെയും പിൻഗാമികളെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്ന മഹ്ശർ മഹാസഭ. അവിടെ നിന്ന് വിളിയാളം കേൾക്കുന്ന ഭാഗത്തെത്തി ഒരുമിച്ച് കൂടി സൂര്യൻ തലക്ക് മീതെ ഉദിക്കുന്നു. ഫയബുലുഗുൻ നാസ മിനൽ ഗമ്മി വൽ കർബി മാ ലാ യുതീഖൂന വലാ യഹ്തമിലൂൻ. സഹിക്കാൻ കഴിയാത്ത, താങ്ങാനാകാത്ത വിഷമവും ബുദ്ധിമുട്ടുമായി മഹ്ശറിൽ ജനങ്ങൾ കുടുങ്ങിക്കഴിയുന്ന സന്ദർഭത്തിൽ ഇനി എന്ത് മാർഗം? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് അവർ പറയും, നമ്മുടെ ഈ വിഷമം പരിഹരിക്കാൻ ആർക്കെങ്കിലും അള്ളാഹുവിനോട് വല്ലതും പറഞ്ഞു നോക്കാൻ അധികാരമുണ്ടോ? നമുക്കൊന്ന് ആലോചിച്ചു നോക്കരുതോ എന്ന് അവർ ഓരോരുത്തരും പരസ്പരം ചർച്ച ചെയ്യും. അങ്ങനെ ഒരു കൂട്ടർ ഒരഭിപ്രായത്തിൽ എത്തിച്ചേരും. മനുഷ്യരുടെ പിതാവുണ്ടല്ലോ, ഏറ്റവും വലിയ നേതാവല്ലേ അവര്, മനുഷ്യ ലോകത്തിന്റെ ഒന്നാമത്തെ തറവാട്ടുകാരനല്ലേ, നമുക്കവിടെ പോകാം. അങ്ങനെയാണ് മഹ്ശറയിലെ വിയർപ്പിൽ കുളിച്ച ജനങ്ങൾ ഇനി എന്തു മാർഗമെന്ന് കരുതി അത്യാവശ്യം നടക്കാനും നീങ്ങാനും ഒക്കെ ഒരു അവസരവും ബാക്കിയും ഉള്ള ആൾക്കാർ നടങ്ങി പരുങ്ങി ആദം അലൈഹിസ്സലാം, അബുൽ ബഷർ സയ്യിദുന ആദം അലൈഹിസ്സലാം അവിടെ ചെന്നുകൊണ്ട് പറയുന്നു, യാ ആദമു അൻത അബൂന അബുൽ ബഷർ ഖലഖകല്ലാഹു ബിയദി വനഫഖ ഫീക മിൻ റൂഹി വഅമറൽ മലായികത ഫസജദൂ ലക ഇശ്ഫഅ ലനാ ഇലാ റബ്ബിക അലാ തറാ മാ നഹ്നു ഫീഹി അലാ തറാ മാ ഖദ് ബലഗ്നാ. ഈ ഒരു ആശയം സഹീഹുൽ ബുഖാരി മുസ്ലിമിനൊക്കെ ഉള്ള ഈ വാക്കം നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു ഭാഗ. കാരണം ആ സംഭവമൊക്കെ നമ്മൾ അവിടെ വെച്ച് കാണുമ്പോൾ വസദഖൽ മുർസലൂൻ, റസൂലുള്ളാഹി പറഞ്ഞത് സത്യമാണെന്ന് അന്ന് ഒന്നുകൂടി വിഭാവന ചെയ്യാൻ പറ്റുന്ന സന്ദർഭങ്ങളാണ് ഇതൊക്കെ. ആദം നബിയെ അന്ന് അള്ളാഹു ആദരിച്ചയാളല്ലേ, അള്ളാഹു മനുഷ്യരുടെ പിതാവായി തെരഞ്ഞെടുത്തയാളല്ലേ, അള്ളാഹു വലിയ നേതാവാക്കി പറഞ്ഞയച്ചയാളല്ലേ. ഞങ്ങളുടെ അവസ്ഥ കാണുന്നില്ലേ? വിചാരണക്കെടുക്കാൻ ഒന്ന് കൽപ്പിക്കരുതോ? അള്ളാഹുവിനോടൊന്ന് പറഞ്ഞു നോക്കൂ, ഒന്ന് ശഫാഅത്ത് ചെയ്യൂ, ഞങ്ങളെ ഈ കെടുതിയിൽ നിന്ന് രക്ഷപ്പെടുത്തൂ. അപ്പോഴാണ് ബഹുമാനപ്പെട്ട അബുൽ ബഷർ ആദം അലൈഹിസ്സലാം കൈമലർത്തിക്കൊണ്ട് പറയുന്നു, ഇന്ന റബ്ബി ഖദ് ഗളിബൽ യൗമ ഗളബാ
ലം യഗ്ലബ് ഖബ്ലഹു മിസ്ലഹു വലൻ യഗ്ലബ ബഅദഹു മിസ്ലഹു. എന്റെ മക്കളെ, നിങ്ങൾ ആ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. എന്റെ സ്ഥാനമാനങ്ങളൊക്കെ അള്ളാഹു വളരെ തന്നിട്ടുണ്ട്. പക്ഷേ എന്റെ റബ്ബ് ഇന്ന് പ്രത്യേകം ഒരു കോപത്തിലാണ്. ഇതുവരെ ഇങ്ങനെ ഒരു കോപം ഉണ്ടായിട്ടില്ല. ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ ഇത്രയും ഗൗരവം ഇനി ഉണ്ടാവുകയും ഇല്ല. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാനുള്ള ധൈര്യം തോന്നുന്നില്ല. എന്റെ കാര്യത്തിൽ തന്നെ ഞാൻ വ്യാകുല ചിത്തനാണെന്ന് സയ്യിദുനാ ആദം. എന്തുകൊണ്ടാ? അവര് ഹറാമും കുഴപ്പമൊന്നും ചെയ്തത് കൊണ്ടല്ല. അവര് ശുദ്ധാത്മാക്കളാ. അവരൊക്കെ അള്ളാഹു പരിരക്ഷിച്ച മഅസൂമുകളാ. പിന്നെ എന്താണെന്നറിയുമോ? അവർക്ക് അള്ളാഹു ചെയ്ത നിഅമത്തും സ്ഥാനവും കണക്ക് കൂട്ടുമ്പോൾ അവരുടെ സൂക്ഷ്മതയുടെ വീക്ഷണകോണിലൂടെ നോക്കിയപ്പോൾ അവർ ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ എന്റെ മർദ്ദബക്ക് യോജിച്ചതായില്ല എന്ന് അവർക്ക് തോന്നിപ്പോയിട്ടുണ്ട്. എന്നല്ലാതെ അത് തെറ്റാണ്, പ്രവാചകന്മാർ ദോഷം ചെയ്തു എന്ന് പറയാനുള്ളതല്ലാതെ അവർക്ക് തോന്നുകയാണ് എന്റെ മർത്തബക്ക് യോജിക്കാത്ത ചിലതൊക്കെ ഞാൻ ചെയ്തു പോയോ എന്ന് എനിക്കൊരു ബേജാറുണ്ട്. അതുകൊണ്ട് നഫ്സി 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 ഇദ്ഹബൂ ഇലാ നൂഹ് അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. അവിടെ പോയി നോക്കൂ, വല്ല രക്ഷയുമുണ്ടെങ്കിൽ. കാരണം അവര് കുറച്ചുകൂടി വലിയ ആളാണ്. അവർക്ക് അല്ലാഹു കുറച്ചുകൂടി സ്ഥാനമാനമൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ജനങ്ങൾ ഒന്നാകമാനം നിരാശരായി പുതിയ പ്രതീക്ഷയ്ക്ക് വേണ്ടി നൂഹ് അലൈഹിസ്സലാമിന്റെ വാതിൽ മുട്ടുന്നു. അവിടെ ചെന്ന് വിഷയങ്ങൾ പറയുന്നു. അവിടെയും മറുപടി കേൾക്കാം. നഫ്സി നഫ്സി ഇദ്ഹബൂ ഇലാ ഇബ്രാഹീം. അങ്ങനെ ആളുകൾ ഒന്നാകമാനം കൂടി തെളിച്ച് അവർക്കൊക്കെ കേട്ടുപരിചയമുള്ള സയ്യിദുനാ അബുൽ അംബിയാ ഇബ്രാഹീം. ഉറക്കെ ചൊല്ലിക്കോ, ഇതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ആൾക്കാരാ. പക്ഷെ ഇവരൊക്കെ ഇപ്പോഴൊന്ന് കൈ വലിക്കുന്നത് എന്തിനാണെന്നറിയോ? എന്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹിയെ അവരുടെ ഒക്കെ മുമ്പിലെ നേതാവായിട്ട് കാണിച്ചു കൊടുക്കാൻ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. ആ ഈ വഹാബികളൊക്കെ അതൊന്ന് കാണണം. അതിന് അല്ലാഹു തആല റസൂലുള്ളാഹിന്റെ സ്ഥാനത്തെ ഒന്ന് ഉയർത്തി കാണിക്കാൻ ഇവരൊക്കെ കൈയൊഴിച്ച് ഇവരൊക്കെ കൈ വലിഞ്ഞ് അവരൊക്കെ പുറകോട്ട് നിന്നിടത്തേക്ക് അനലഹ അനലഹ അനലഹ, ഞാനാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബേ അഷ്റഫുൽ ഖൽഖി ഷഫീഉനാ റസൂലുള്ളാഹി അവിടുന്ന് ആ വരവിന്റെ ഗമ, ആ മഹത്തായ വ്യക്തിത്വം അതൊന്ന് അല്ലാഹു തെളിയിക്കാനായി ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ആക്കി കൂട്ടുന്നത്. ഏതോ ഒരു ചങ്ങാതി ചോദിച്ചു, ഇതെല്ലാവർക്കും അറിയെങ്കിൽ പിന്നെ ആദ്യം തന്നെ അല്ലാഹു തആലാന്റെ അടുത്തേക്ക് പോകുന്ന, ആദം നബിന്റെ അടുത്തേക്കും ഇബ്രാഹിം നബിന്റെ അടുത്തേക്കും പോകുന്നതിന് പകരോ ഇതൊക്കെ എല്ലാവർക്കും വേദം കേട്ട് പരിചയമുള്ളതല്ലേ, നേരിട്ട് തന്നെ അങ്ങോട്ട് പോയപ്പോ നബിന്റെ അടുത്തേക്ക്. ജാണ്ടൂസ് എന്തെന്നാ ഈ വിവരക്കേട്? ഇത് വഹാബിയ പ്രസംഗിച്ചതാ, ഞാൻ അതുകൊണ്ട് കേട്ടതാ. എന്താ കാര്യം? ഷഫാഅത്തിനെ നിഷേധിക്കണം, തരല്ല എന്നാ അതിനേക്കാൾ എത്ര നല്ല വാക്ക് തിരിച്ചു ചോദിക്കാനുണ്ട്. ഖബറിൽ ചോദ്യം ഉണ്ടാവും, മൻ റബ്ബുക വമാ ദീനുക. ക്വസ്റ്റ്യൻ ചോർന്നു പോയതല്ലേ? എന്നാൽ ഇവിടെയുള്ള കാഫിരിങ്ങൾക്കൊക്കെ കൂടി പതുക്കെ എഴുതിയെടുത്തിട്ട് അതൊന്നാണ് പഠിച്ചു വെച്ചാൽ പോരെ. എന്നിട്ട് ഖബറിലെത്തുമ്പോ ദീനിയൽ ഇസ്ലാം ദീനിയൽ ഇസ്ലാം ഞാൻ എന്ന് പറഞ്ഞ പോരെ. റാസ്കൽ, തലയില്ലാത്ത വർത്താനം ഇസ്ലാം ദീന്റെ പറയാ. അള്ളാഹുവിന്റെ റസൂലിനോട് എനിക്ക് ദേഷ്യമുണ്ട് എന്ന് വിചാരിച്ചിട്ട് തലയില്ലാത്ത വർത്താനം മനുഷ്യന്മാരുടെ ഇടയിൽ പറയാൻ പറ്റുമോ? ഇതൊക്കെ ഷഫാഅത്തിനെ നിഷേധിക്കുന്നവർക്കുള്ള തെളിവ്. സുബ്ഹാനല്ലാഹ്. അതെന്താ കാര്യം? എല്ലാ അമ്പിയാക്കളത്തും പോകണം. പോയിട്ട് അവിടെ നിന്നൊക്കെ കുറച്ച് പരിങ്ങി വിഷമിച്ച് വിയർത്ത് വലിച്ച് കുറച്ച് വസൂലും പെട്രോളും ഒക്കെ കത്തിച്ച് ബുദ്ധിമുട്ടായി. പിന്നെ തിരിച്ചെത്തി എവിടെയും രക്ഷല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് തട്ടുമാറി തട്ടി അവസാനം ഒരുത്തന്റെ അടുത്ത് അങ്ങോട്ട് എത്തുമ്പോൾ അനലഹ അനലഹ, അപ്പോഴാണ് സയ്യിദുനാ റസൂലുള്ളാഹി അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ. ആ സ്ഥാനത്തിന്റെ ആർജവം തെളിയിക്കാൻ വേണ്ടി അല്ലാഹു തആല ആ രൂപത്തിൽ സംവിധാനിച്ചിരിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയും, നഫ്സി നഫ്സി ഇദ്ഹബൂ ഇലാ മൂസാ. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ അടുത്ത് ചെന്നാൽ അവരും പറയും പരിഭവം, അവരും പറയും നഫ്സി നഫ്സി അലൈഹിസ്സലാമിന്റെ അടുത്ത് അവരെത്തുമ്പോഴ് ഈസായും പറയുന്നു നഫ്സി 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 ഇദ്ഹബൂ ഇലാ ഗൈരി. മറ്റെവിടേക്കെങ്കിലും പോയി നോക്കൂ, എനിക്ക് ധൈര്യം പോരാ. ഇവർക്കൊന്നും സ്ഥാനമില്ലാത്തതുകൊണ്ടല്ല, ഇവരൊക്കെ ശഫാഅത്ത് ചെയ്യും. തീർച്ചയാണ് ഇവരൊക്കെ ശഫാഅത്ത് ചെയ്യും. അവരുടെ ഉമ്മത്തുകളിൽപ്പെട്ട പലർക്കും അല്ലാത്തവർക്കും അവരെ സ്നേഹിച്ചവർക്കും ഒക്കെ അവരൊക്കെ ശഫാഅത്ത് ചെയ്യും. പക്ഷെ ശഫാഅത്തുൽ ആമ്മ അൽ കുബ്ര എന്ന ഒന്നാമത്തെ സ്ഥാനത്ത് അവരൊന്നും തൽക്കാലം തയ്യാറാകുന്നില്ല. അവരുടെ ഏറ്റവും പ്രിയങ്കരനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്ഥാനം കൊടുക്കാൻ വേണ്ടി അവരൊക്കെ ഒന്ന് മാറി നിൽക്കുകയാണ്. ഈ സ്ഥാനം നിമിത്തങ്ങൾക്ക് വേണ്ടി അള്ളാഹു സ്ഥാപിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ഇനി കേട്ടോ, അഭിമാനത്തിന്റെ വർത്താനല്ലേ. സഹീഹുൽ ബുഖാരി മുസ്ലിം എല്ലാ കിതാബിലും കാണുന്ന വിഷയമായി. ഇത് നിഷേധിക്കാനൊന്നും ഒരു പഴുത് ഇനിയില്ല കേട്ടോ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അങ്ങനെ സർവ്വ മനുഷ്യന്മാരും ഈ
പ്രവാചകന്മാരുടെ ഒക്കെ അടിമകളും അനുയായികളും ഒക്കെ എന്റെ അടുത്തേക്ക് മുഖം തിരിക്കുന്നു, ലക്ഷ്യം വെക്കുന്നു. മഹ്ശറിലെ ആ ബേജാറിന്റെ ഇടയിൽ എല്ലാവരും കേൾക്കുന്നുണ്ട്. രക്ഷയ്ക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യുന്നില്ലേ? കറണ്ട് പോയാലുണ്ടല്ലോ നമ്മളൊക്കെ ഒരു ബേജാറ്, വൈദ്യുതിയില്ലേ, ജനറേറ്റർ ഇല്ലേ, ഒന്ന് സ്വിച്ച് ഇട്ട് നോക്കി, എല്ലാവരും കൂടി ഇങ്ങനെ ബേജാറായി ഇങ്ങനെ കുത്തിരിക്കുന്ന അവസ്ഥ. മഹ്ശറിലെ ആ ബേജാറിന്റെ ഇടയിൽ ആരെങ്കിലും ഒന്നും ചെയ്യുന്നില്ലേ എന്ന ബേജാറിൽ അവർ കുടുങ്ങി നിൽക്കുന്ന സന്ദർഭം. ആ ബേജാറിന്റെ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അവരെല്ലാവരും എന്റെ അടുക്കലേക്ക് വരുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറയുകയാണ്, അവര് വന്നിട്ട് എന്നോട് പറയും, യാ മുഹമ്മദ് അൻത റസൂലുള്ളാഹി വഖാതിമുൽ അംബിയാഇ വൽ മുർസലീൻ വഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ ഇസ്ഫഅ ലനാ ഇലാ റബ്ബിക അലാ തറാ മാ നഹ്നു ഫീഹി അലാ തറാ മാ ഖദ് ബലഗ്നാ. ഓ അല്ലാഹുവിന്റെ തിരുദൂതരെ, അവിടുന്ന് നേതാവല്ലയോ, അവിടുന്ന് അന്ത്യപ്രവാചകരല്ലയോ, അവിടുത്തെ പരമപരിശുദ്ധനല്ലയോ, അവിടുന്ന് ഒന്ന് രക്ഷപ്പെടുത്താൻ ശഫാഅത്ത് ചെയ്താലും, അവിടുന്ന് ഞങ്ങളുടെ ഈ ദുർഗതിയിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തിയാലും എന്ന് പറഞ്ഞുകൊണ്ട് അനുയായികളും അല്ലാത്തവരും വന്ന് കരയുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫഅന്തലിഖൂ, ഞാനതാ ഉടനെ തന്നെ പോകുന്നു. ഇന്നലെ പറഞ്ഞൊരു ഹദീസ് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ലികുല്ലി നബിയ്യിൻ മിൻബറും മിൻ ദഹബിൻ, എല്ലാ നബിമാർക്കും സ്വർണ്ണാങ്കിതമായ കസേര അർശിന്റെ തണലിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ നബിമാർക്കും കസേര കിട്ടുമ്പോഴേക്ക് ഫയജ്ലിസൂന അലൈഹാ, അവരൊക്കെ അവരുടെ കസേരയിൽ ഇങ്ങനെ ഇരിക്കും മഹ്ശറിൽ. പക്ഷേ ഇല്ല അന, ഞാനിരിക്കില്ല, എന്റെ കസേര അവിടെ കാലിയായി കിടക്കും. എനിക്ക് ആ കസേരമേൽ ഇരിക്കാനുള്ള ധൈര്യമായിട്ടില്ല. എന്തുകൊണ്ടെന്നറിയുമോ? മഹാഫത അയ്യുദ്ഖിലനില്ലാഹു ഫിൽ ജന്ന വതബഖാ ഉമ്മത്തി ബഅദി, എന്നെ അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് അങ്ങ് വിട്ടിട്ട് എന്റെ ഉമ്മത്തുകൾ ബാക്കിയായി പോകുമോ എന്ന് പേടിച്ചിട്ട് കസേരയിൽ പോലും ഇരിപ്പുറക്കാത്ത റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ റസൂലുള്ളാഹി, അവിടുന്ന് നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണ്. ഇരുന്ന് ഉറപ്പിച്ച് വിശ്രമിക്കുന്ന സമയമല്ല. ഉമ്മത്തുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുപ്പിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. അങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഞാൻ രംഗത്ത് വരുന്നു. അർശിന്റെ താഴ്ഭാഗത്തേക്ക് അല്ലാഹു തആല പ്രത്യേകമായ ആദരിച്ച സ്ഥലത്തേക്ക് ഞാൻ അങ്ങോട്ട് ചെന്ന് എന്റെ റബ്ബിന്റെ മുമ്പിൽ വണക്കത്തോടെ സുജൂദിലായി വീണുകൊണ്ട് കരച്ചിലും പറച്ചിലുമാണ്. ഹത്താ യഫ്തഹല്ലാഹു അലയ്യ ويلهمني من محامده وحسن الثناء عليه شيئا لم يفتحه لأحد غيري من قبلي. അതൊക്കെ വല്ലാത്ത വാക്കാ, ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കാനുള്ളത്. അപ്പൊ സമയം കൂടുതലില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അന്ന് വരെ ഒരൊറ്റ മഖ്ലൂഖിന്റെയും മനസ്സിൽ ചൊല്ലാൻ ഓർമ്മിക്കാത്ത ഒരു ദിക്ർ, ഒരു പ്രത്യേകമായ പുതിവചനം എനിക്ക് അല്ലാഹു ഖൽബിൽ ഇങ്ങോട്ട് തോന്നിപ്പിച്ചു തരും. അതും ചൊല്ലിയിട്ട് ഞാൻ സുജൂദിൽ കിടന്ന് കരയും, സുജൂദിൽ കിടന്നുകൊണ്ട് നിലവിളിക്കും. എങ്ങനെയെങ്കിലും ഒന്ന് ഈ പ്രശ്നം പരിഹരിച്ചു കിട്ടാൻ റബ്ബിന്റെ മുമ്പിൽ കടന്നുകൊണ്ട് കരയുന്ന സയ്യിദുനാ റസൂലുള്ളാഹി ജസാക്കല്ലാഹു യാ റസൂലല്ലാഹ്. ഇങ്ങനെ വേളൊക്കെ കേട്ടപ്പോ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടൊരു സാധാരണക്കാരൻ പറഞ്ഞു മടങ്ങി പോകുമ്പോ, അല്ലാഹുവിന്റെ റസൂലിന്റെ കാര്യം വല്ലാത്ത പുതുമ തന്നെയാ. നമ്മുടെ റസൂലുള്ള തന്നതൊക്കെ എതിർത്ത് കാരൻകൂസുകളായി തെമ്മാടികളായി നടന്നിട്ടും അവർ അവിടുത്തെ സ്വഭാവമാണ് ഈ പറയുന്നത്. അങ്ങനെ ഞാൻ പൊട്ടിക്കരഞ്ഞ് റബ്ബിന്റെ മുമ്പിൽ വല്ലാത്ത താഴ്മ കാണിച്ചുകൊണ്ട് ദുആ ചെയ്യുമ്പോഴാ മറുപടി, യാ മുഹമ്മദ് എഴുന്നേൽക്കുക നബിയേ. ഇവിടെ പൊട്ടിക്കരഞ്ഞിനെ തിരിച്ചു ദീർഘനേരം കടന്ന് അങ്ങനെ ബുദ്ധിമുട്ടാകരുത് നബിയേ. അവിടത്തേക്ക് എന്താണ് പറയാനുള്ളത് ചോദിച്ചു നൽകാം, സ്വീകരിക്കാം. അങ്ങനെ ഞാൻ എഴുന്നേറ്റുകൊണ്ട് അല്ലാഹുവിനോട് പറയും. ആദ്യത്തെ വാക്യം എന്നറിയോ? ചില ആളുകളൊക്കെ കൂടി വന്നിട്ട് ഞങ്ങളെ കിട്ടാതെടുക്കാൻ വേണ്ടി സ്വന്തക്കാരല്ല, എല്ലാവരെയും കൂടി രക്ഷപ്പെടുത്താനാണ് ഇവിടെ ആൾക്കാർ വന്നത്. പക്ഷെ ആദ്യം അവരുടെ കാര്യമല്ല പറയാ, നമ്മുടെ ഹബീബ് നമ്മുടെ കാര്യം പറഞ്ഞേ ബാക്കി കാര്യം പറയൂ. യാ റസൂലല്ലാഹി ശഫീഅനാ, യാ റസൂലല്ലാഹി ശഫീഅനാ. അല്ലാഹുവിന്റെ റസൂല് നമ്മളെ കടാക്ഷിക്കട്ടെ, അവിടുത്തെ അനുഗ്രഹം നമുക്ക് ലഭിക്കുമാറാകട്ടെ. മഹാനായ നബി പറയുക, ആദ്യം ഞാൻ പറയുക, യാ റബ്ബി ഉമ്മത്തി 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 ഉമ്മത്തി. എല്ലാ പ്രവാചകന്മാരും നഫ്സി നഫ്സി നഫ്സിയാ എന്ന് പറയുമ്പോഴാണ് ഖൈറുൽ ഖൽഖായ റസൂല് ഉമ്മത്തി ഉമ്മത്തി. അപ്പോൾ അല്ലാഹു പറയും, നബിയേ ശരി,
അവിടുത്തെ ഉമ്മത്തിന്റെ കാര്യം തീരുമാനിക്കാം. യാ മുഹമ്മദു അദ്ഖിലിൽ ജന്നത മിൻ ഉമ്മതിക മൻ ലാ ഹിസാബ അലൈഹിം ഫിൽ ബാബിൽ അയ്മനി മിൻ അബ്വാബിൽ ജന്ന. നബിയേ, ഒരു കാര്യം ചെയ്യാം, അവിടത്തോടുള്ള ആദരവ് പരിഗണിച്ചുകൊണ്ട് ഹിസാബ് തന്നെ വേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട് കുറെ മഹാന്മാർക്ക്. അവിടുത്തെ ഉമ്മത്തിൽ, അവിടുത്തെ സമുദായത്തിലെ, അവിടുത്തെ ഉമ്മത്തിലെ മോമിനീങ്ങളിൽപ്പെട്ട മഹാന്മാർക്ക് കുറെ ആളുകൾക്ക് ഹിസാബ് തന്നെ വേണ്ട, ചോദ്യം ഉത്തരം ഒന്നും വേണ്ട. അവര് നേരെ സ്വർഗത്തിലൂടെ പിൻവാതിലിലൂടെ പോകട്ടെ. മിൻബാബിൽ അയ്മൻ, വലതുഭാഗത്തിലൂടെ എന്നാണ്. നമ്മുടെ മലയാളത്തിൽ പറയും, എന്ത് പറയണം? അവര് തൽക്കാലം ആളുകൾ ബേജാറായി കൂടുന്ന ഈ ഹിസാബ് ഉണ്ടല്ലോ, കൈകാലുകൾ സാക്ഷി പറയുന്ന രംഗം, മീസാനിന്റെ ഘട്ടം, സിറാത്തിന്റെ ഘട്ടം, ആകെ ബേജാറ്, പൊരി വെയില്, അതൊന്നും വേണ്ട. അതുകൊണ്ട് അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ചില മഹാന്മാരായ വിശുദ്ധാത്മാക്കളെ അങ്ങ് ശഫാഅത്ത് ചെയ്തിട്ട് ഇങ്ങ് കയറ്റിക്കോ സ്വർഗത്തിലേക്ക്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. സഹോദരന്മാരെ, ഒരിക്കലും വിഷമിക്കേണ്ട. അള്ളാഹു വലിയവനാണ്. അള്ളാഹു തആലക്ക് അങ്ങനെ നമ്മളെയും കൂടെ നമ്മ കൂട്ടാൻ എന്താ വിഷമം? ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ ആദ്യം പെറുക്കി വിളിച്ച് കൊണ്ടുപോകുന്ന അൽ മുസറഹു ബി അസ്മാഇഹിം, ആ കൂട്ടത്തിൽ നമുക്ക് പെടണം. ഈമാനുള്ള ഒരു ചെറുപ്പക്കാരൻ ഇന്നലെ പറഞ്ഞു, ബേജാറാണ്, 70,000 ഉള്ളൂ ഉസ്താദേ, അതിലെങ്ങനാ പെട്ടുപോവുക? ഞാൻ പറഞ്ഞു, നാളത്തെ വഴതിന് വന്നാൽ 70,000 കുറച്ച് കൂട്ടിത്തരാൻ പരിഗണിക്കാം. അതെന്റെ വാക്കല്ല. സഹീഹുൽ ബുഖാരിയിൽ പഠിച്ചോ, ഒരു സ്ഥലത്ത് 70,000 ഉണ്ട്. അതേ ബുഖാരിയിലും മുസ്ലിമിലും മറ്റ് സനദിന്റെ കിതാബുകളിലും 70,000 വർധനവ് സംഖ്യ കൊടുത്തിട്ടുണ്ട്. ഏതാ? ഹിസാബില്ലാതെ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിൽ കിടക്കുന്ന വിഭാഗം. സഹീഹായ ഹദീസ്, ഇമാം അഹ്മദ്, തുർമുദി, ഇബ്നു മാജ ഒക്കെ ഉദ്ധരിച്ച സഹീഹായ വിശുദ്ധ ഹദീസ്. അവിടുന്ന് പറയുകയാണ്, വഅദനി റബ്ബി അയ്യുദ്ഖിലൽ ജന്നത മിൻ ഉമ്മത്തി 70,000 ലാ ഹിസാബ അലൈഹിം. ഒരു ഹിസാബും ഇല്ലാതെ, ഒരു ചോദ്യോത്തരവും കൂടാതെ എന്റെ ഉമ്മത്തുകളിൽപ്പെട്ട 70,000 പേരെ സ്വർഗത്തിൽ കടത്താമെന്ന് എന്റെ റബ്ബ് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. വമാ കുല്ലി അൽഫിൻ 70,000. 70,000 എല്ലാ ഓരോ 1000ന്റെയും കൂടെ വേറെ ഒരു 70,000. അപ്പൊ 70,000 പെരുക്കണം. 70,000 പിന്നെയും കുറച്ചല്ല കൂടുന്നത്. ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ നമ്മളും പെട്ട് കിട്ടാൻ ആഗ്രഹിക്കുക. ഉത്തരം കിട്ടുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ദുആ ചെയ്യുക. അള്ളാഹു സ്വീകരിച്ചേക്കും. ഓരോ 1000ന്റെയും കൂടെ ഓരോ 70,000. അവസാനിച്ചില്ല. ഇതൊക്കെ നമ്പറാ. എന്നാൽ നമ്പർ ഇല്ലാത്ത ഒരു സംഖ്യ. റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് കൊടുക്കുന്ന 3 വാരൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യം കൊണ്ട് 3 വാരൽ എന്ന് പറഞ്ഞാൽ ആ വാക്കർത്ഥം അങ്ങനെയാണ്. എങ്ങനെയാണ് അതിന്റെ രൂപം എന്ന് നമുക്കറിയാൻ വയ്യ. അതിനേക്കാളും എത്രയോ എണ്ണം. ഇതിന് വ്യാഖ്യാനം കൊടുത്ത മഹാന്മാര് പറയുന്നു, 70,000 ഓരോ 70,000ന്റെയും ഗുണിതങ്ങളായിട്ടുള്ള 70,000. അപ്പൊ ലക്ഷങ്ങളായി. അതിന്റെ പുറമെ അള്ളാഹുവിന്റെ പ്രത്യേകമായ ആനുകൂല്യം പറയുമ്പോ ആ സംഖ്യയെക്കാളും മുന്നിട്ട് നിൽക്കാനാണ് സാധ്യത. കാരണം അള്ളാഹു നേരിട്ട് കൊടുക്കുന്ന ഒരു സംഖ്യയാണല്ലോ. അള്ളാഹു തആല കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. ഇമാം അഹ്മദ്, തുർമുദി, ഇബ്നു മാജ ഒക്കെ ഉദ്ധരിച്ച സഹീഹായ സനദോടുകൂടെയുള്ള ഹദീസാ. ബീവി അസ്മാ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, യുഹ്ശറുൻ നാസു ഫീ സഈദിൻ വാഹിദി യൗമൽ ഖിയാമ. ബീവി അസ്മാ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യുഹ്ശറുൻ നാസു ഫീ സഈദിൻ വാഹിദി യൗമൽ ഖിയാമ. പരലോകത്തെ അന്ത്യനാളിൽ എല്ലാവരും ഒരേ മൈതാനത്ത് ഒരുമിച്ച് കൂടുന്ന സന്ദർഭത്തിൽ ഒരു അനൗൺസ്മെന്റ് കേൾക്കാം. ഒരു അനൗൺസ്മെന്റ്. അയ്നല്ലദീന കാനത് തതജാഫാ ജുനൂബുഹും അനിൽ മവാജിഇ ഖൗഫൻ വതമാ. ശരീരത്തിന്റെ ക്ഷീണം മാനിക്കാതെ അള്ളാഹുവിന്റെ പ്രതിഫലത്തെ കുറിച്ച് മോഹിച്ചും അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് പേടിച്ചും കിടപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേറ്റ മുഅ്മിനീങ്ങൾ എവിടെ എന്നൊരു അനൗൺസ്മെന്റ് കേൾക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അയ്നല്ലദീന കാനത് തതജാഫാ ജുനൂബുഹും അനിൽ മവാജിഇ ഖൗഫൻ വതമാ. തഹജ്ജുദ് നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങൾ എവിടെ? അതങ്ങോട്ട് കേൾക്കുമ്പോൾ മുഅ്മിനീങ്ങളൊക്കെ എഴുന്നേൽക്കുന്നു. തഹജ്ജുദ് നിസ്കരിച്ച മുഅ്മിനീങ്ങൾ അള്ളാഹുവിന്റെ പ്രതിഫലം മോഹിച്ചിട്ട് അവന്റെ ശിക്ഷ പേടിച്ചിട്ട് രാത്രി ഉറക്കം വരാതെ കിടപ്പറയിൽ എഴുന്നേറ്റ് സുബഹിക്ക് മുമ്പ് ഉറക്കിന്റെ ശേഷമായിട്ടുള്ള നിസ്കാരം ഉണ്ടല്ലോ, സുബഹിക്ക് മുമ്പ് ഇഷാന്റെ ശേഷം ഉറക്കിന്റെ ശേഷം ആ നിസ്കാരം നിർവഹിച്ച മുഅ്മിനീങ്ങൾ ഒന്നിച്ചങ്ങോട്ട് എഴുന്നേൽക്കുന്നു. ഇൻഷാ അല്ലാഹ് അതിൽ അല്ലാഹു നമ്മളെ കൂട്ടിത്തരട്ടെ എന്ന് ദ്വാരക്കുന്നതോടൊപ്പം അതിനാമി
ആമീൻ പറഞ്ഞാൽ മാത്രം പോരാ, നമ്മളൊന്ന് ഒരുങ്ങണം. ഇൻഷാ അല്ലാഹ് ഈ റമദാൻ മാസം ഏതെങ്കിലും സന്ദർഭം നോക്കൂ. ലൈലത്തുൽ ലിൽ ഇബാദ. ഈടെ ഞാൻ എന്റെ സുഹൃത്തുക്കൾ ചിലരോട് പറഞ്ഞു, ലൈലത്തുൽ ലിൽ ഇബാദ, റമദാൻ മാസത്തിൽ ഒരു രാത്രി മഗ്‌രിബ് മുതൽ സുബഹി വരെ പരിപൂർണമായും പള്ളിയിൽ എവിടെയെങ്കിലും ഇഅ്തികാഫും ഇബാദത്തും തഹജ്ജുദുമായി കൂട്. അങ്ങനെ കുറെ ചെറുപ്പക്കാർ പല ഭാഗത്തും കൂടുന്നുണ്ട്. ആ തഹജ്ജുദൊക്കെ കുറിക്കൊണ്ടാൽ ഇൻഷാ അല്ലാഹ് ഈ അനൗൺസ്മെന്റിൽ നമ്മുടെ പേരും ഉൾപ്പെട്ട് കിട്ടിയാൽ വഹും ഖലീൽ, അവര് എഴുന്നേൽക്കും. അവർ വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. ഫയദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്, ഹിസാബില്ലാതെ അവരും ആ സ്വർഗ്ഗത്തിലേക്ക് നയിക്കപ്പെടുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഉമ്മ യുമറു ലിസാഇരിന്നാസി ഇലൽ ഹിസാബ്, പിന്നെയാണ് ബാക്കിയുള്ള ജനങ്ങൾക്ക് ഹിസാബ്. ഇനി ഹിസാബിലേക്കാണ് കടക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ബേജാറുള്ള വിഷയമാണ് ഹിസാബിന്റെ ഘട്ടം. എന്നോട് ചോദിക്കാൻ പോകുന്നു രഹസ്യങ്ങളും പരസ്യങ്ങളും ഹൃദയ വികാരങ്ങളും. യൗമ തുബ്ല സറായിർ, ഉള്ളിന്റെ ഉള്ളിൽ ഒതുക്കി വെച്ച വികാരങ്ങളെ പോലും ചോദ്യം ചെയ്യുന്ന സന്ദർഭമാണ്. ആ ഹിസാബിന്റെ വിഷയം വികാരത്തോടു കൂടിയേ കേൾക്കാൻ കഴിയൂ. അദാബിന്റെ വിഷയം വരുമ്പോഴേക്ക് അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. റഹ്മത്തിന്റെ വിഷയം വരുമ്പോഴേക്ക് അള്ളാഹുവിനോട് അത് ചോദിക്കണം. അള്ളാഹു നമ്മളെ റഹ്മത്തിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, സഹിഹായ സുദീർഘമായ ഹദീസ് കാണാം. ഇമാം തബറാനി അൽ മുതവ്വലാത്ത്, ഇമാം ബൈഹഖി കിതാബുൽ ബഅസ് വൻ നുശൂർ, ഇമാം അൽ ഹാഫിദ് അബൂ മൂസൽ മദീനി, ഇമാം ഇബ്നു ജരീർ അവിടുത്തെ തഫ്സീറിൽ എല്ലാവരും ഉദ്ധരിച്ച സുദീർഘമായ ഒരു ഹദീസ് ഉണ്ട്. ഹദീസ് സൂർ എന്നാണ് അതിന്റെ പേര്. സൂർ എന്ന കാഹളത്തിൽ ഊതുന്ന വിഷയം മുതൽ പരലോകത്തിന്റെ ഓരോ വിഷയവും കൺകൊണ്ട് കാണും പ്രകാരം അവതരിപ്പിച്ചു തരുന്ന വലിയ ഒരു ഹദീസ്. ഞാൻ അതിന്റെ ചെറിയൊരു ഭാഗം ഇവിടെ വായിക്കാം. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ശഫാഅത്തിന് വേണ്ടി അള്ളാഹു അനുവാദം തരുന്നു. ഹിസാബില്ലാത്തവരെ സ്വർഗ്ഗത്തിൽ കടത്താനുള്ള ഓർഡർ കിട്ടി. അവരെ ഞാൻ ഹിസാബില്ലാതെ തന്നെ സ്വർഗ്ഗത്തിലേക്ക് നയിച്ചു. അതിനുശേഷം അള്ളാഹുവിനോട് ഞാൻ പറയും, യാ റബ്ബി വഅദ്തനി ശഫാഅത ഫശഫ്ഇനി ഫീ ഖൽഖിക ഫഖ്ളി ബൈനഹും, അല്ലാഹുവേ എനിക്ക് നീ ശഫാഅത്ത് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ വദഅവതി ശഫാഅത്തുൻ ലി ഉമ്മത്തി, ആ ശഫാഅത്തിന്റെ ചാൻസ് ഞാൻ ഉപയോഗപ്പെടുത്തുന്നു റബ്ബേ. ജനങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. അവരെ നരകത്തിലേക്കോ സ്വർഗ്ഗത്തിലേക്കോ തിരിച്ചുവിടാൻ ആവശ്യമായ നടപടി എടുക്കണം. അപ്പോൾ റബ്ബുൽ ഇസ്സത്ത് പറയും, ശഫാഅത്തുക യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് പറഞ്ഞ ശഫാഅത്ത് ഞാൻ അംഗീകരിച്ചു. അനാതീകും, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം. ഫഖ്ളി ബൈനക്കും, ഞാൻ തീർപ്പ് കൽപ്പിച്ചു തരാം എന്ന് റബ്ബുൽ ഇസ്സത്ത് പറയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഈ സുദീർഘ ഹദീസ അല്ലാഹുവിന്റെ റസൂൽ പറയാ. ഇത് അല്ലാഹു ഇങ്ങോട്ട് പറയുന്നതോടുകൂടി ആളുകൾക്ക് ആരവമായി, ആളുകൾക്ക് ബേജാറ് കുറച്ച് തീരുന്ന സന്ദർഭമാണ്. എന്തെങ്കിലും തീരുമാനമായി കിട്ടില്ല റബ്ബേ. അല്ലാഹു വരുന്നു, അല്ലാഹു ഹിസാബ് ചെയ്യാൻ പോകുന്നു എന്ന ഘട്ടമെത്തുമ്പോഴേക്ക് ഞാൻ ഇങ്ങോട്ട് മടങ്ങി ഞാൻ ജനങ്ങൾക്കിടയിൽ നിൽപ്പുറപ്പിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. ഞാൻ വേഗം എന്റെ സീറ്റിൽ സ്വർഗത്തിൽ പോയിരിക്കുന്നല്ല, ഞാൻ ജനങ്ങൾക്കൊപ്പം ഇരിപ്പുറപ്പിക്കും. അങ്ങനെ ഞങ്ങൾ വിഷമിച്ച് ലോകാവസാനം വരെയുള്ള ആദ്യം മുതലുള്ള കോടാനുകോടി മനുഷ്യരിക്കുമ്പോ എല്ലാവരും മഹ്ശറിൽ ബേജാറായിരിക്കുകയാ. ആ ബേജാറിന്റെ ഘട്ടമൊക്കെ കഴിഞ്ഞ വേറെ കേട്ടവർക്ക് ഇപ്പൊ മനസ്സിലാവുള്ളൂ. ഈ ശ്രോതാക്കൾ പല കൂട്ടത്തിലും പല ആൾക്കാരാ, പല കൂട്ടത്തില് പല ആൾക്കാരാണ്. ആദ്യത്തെ ദിവസം മരണത്തെ കുറിച്ച് കേട്ടതാ. പിന്നെ ഇന്ന് വന്ന ആൾക്കാരുണ്ട്, അവര് നേരെ ഹൗദുൽ കൗസറും കുറിച്ച് സ്വർഗത്തിൽ കണ്ടു പോവാ. അവർക്ക് ഖബറും ഇല്ല, ഹിസാബും ഇല്ല. അത് വല്ലാത്ത സങ്കട. അത് എന്റെ കുറ്റമല്ല. അതുകൊണ്ട് വിഷയം മനസ്സിലാക്കുക. ഈ പ്രസംഗത്തെ മുഴുവൻ കാസറ്റ് ആക്കിയിട്ട് പൊതുജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നല്ല കാര്യമായിരിക്കും. ആരെങ്കിലും മര്യാദക്ക് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അതിന്റെ ഒക്കെ പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകട്ടെ. ഏതെങ്കിലും നാലാളുകൾക്ക് ഈമാനും ഇൽമും വർദ്ധിക്കാൻ എന്തെങ്കിലും നമ്മുടെ നാവ് കൊണ്ട് സാധിച്ചാൽ അത് നാളെ ആഖിറത്തിലേക്കുള്ള ഇബാദത്തായി കിട്ടുമല്ലോ. അത് ഈ സംഘാടകർക്കും ഈ സുഹൃത്തുക്കൾക്കും നമുക്കൊക്കെ കിട്ടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു അത് ഖൈറാക്കി തരട്ടെ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ കേട്ട് പഠിക്കുക. അപ്പൊ മഹ്ശറിന്റെ ഭയാനകത, അല്ലാഹു വരുന്ന ഘട്ടം, അല്ലാഹുവിന്റെ ആ വരവിന്റെ ആ ഘട്ടം, അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യത്തെ ആയത്തൊക്കെ പഠിക്കണം. ആളുകൾ മുഴുവൻ മൗനമാണ്. എല്ലാവരും റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ തലകുനിച്ചിരിക്കുകയാണ്. അവര് ഭയവിഹ്വലരായിരിക്കുന്നു. അങ്ങനെ അപമാനിതരായി താഴോട്ട് നോക്കി ദുഃഖഭംഗിലമായിരിക്കുന്ന സന്ദർഭം അല്ലാഹു തആല വിചാരണയ്ക്ക് വേണ്ടി വരുന്ന ഘട്ടത്തെ കുറിച്ച് ഖുർആൻ പറയുകയാണ്. വയൗമ തശഖഖു സ്സമാഉ ബിൽ ഗമാമി വനസ്സിലൽ മലായികതു തൻസീല അൽ മുൽക്കു യൗമ ഇദിനിൽ ഹഖ്
قل الرحمن وكان يوما على الكافرين عسيرا. സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു പറയുകയാണ്, മലക്കുകൾ വരുന്ന ആ രംഗം. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, വജാഅ റബ്ബുക വജാഅ റബ്ബുക. ഇനി ആ സൂറത്ത് ഓതുമ്പോൾ മഹ്ശറിന്റെ ബേജാർ ഇങ്ങനെ ഓർമ്മ വരണം ഇൻഷാ അല്ലാഹ്. വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫാ. മലായികത്തുൽ കിറാം ഒന്നിച്ച് അണിയൊപ്പിച്ച് കോടാനുകോടി മലക്കുകൾ ഇരിക്കുന്ന മഹ്ശറിലേക്ക് റബ്ബ് വരികയാണ്. റബ്ബുൽ ഇസ്സത്ത് വരികയാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് നമുക്ക് കിട്ടട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അങ്ങനെ കാതും കേട്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇത് സമിഅനാ ഹിസ്സൻ മിനസ് സമാഇ ശദീദൻ, വാനലോകത്തു നിന്നും ഒരു ഉരമ്പുന്ന ശബ്ദം, ഒരു ഇരമ്പൽ, എന്തെന്നില്ലാത്തൊരു ശബ്ദം, ഒരു മുഴക്കം. ഉടനെ തന്നെ ഞങ്ങൾ മേലോട്ട് നോക്കി. ഞങ്ങൾ എന്നാ റസൂലുള്ളാഹി പറഞ്ഞത്, എല്ലാവരും, ഞാനും നിങ്ങളൊക്കെ അതിൽ പെടും. എല്ലാവരും കൂടി മേലോട്ട് നോക്കുക. എന്തോ ഒരവസ്ഥക്ക് മാറ്റം വരുന്നുണ്ടല്ലോ. പതിറ്റാണ്ടുകളായി ഈ രൂപത്തിൽ അസഹ്യമായി കഴിഞ്ഞുകൂടുന്ന ഈ അവസ്ഥക്ക് ഒരു മാറ്റം, ഒരു ശബ്ദം. ഞങ്ങൾ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ സംഗതി എന്താ? ദുനിയവി ആകാശം അഥവാ ഭൂമിയുമായി തൊട്ടടുത്ത് നിൽക്കുന്ന കേന്ദ്രങ്ങളിൽ അല്ലാഹു തആല വിന്യസിപ്പിച്ച കോടാനുകോടി മലക്കുകൾ നേരെ വരികയാണ്. അല്ലാഹുവിന്റെ ആഗമനത്തിന്റെ മുമ്പുള്ള ഗാംഭീര്യതയെ പ്രകാശിപ്പിക്കാനുള്ള സംഗതിയായതൊക്കെ. ലോകത്തുള്ള കോടിക്കണക്കിന് മലക്കുകൾ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു. ഭൂമിയിലുള്ള ആകെ ജിന്നി ഇൻസുകളുടെ എണ്ണത്തിന്റെ അത്ര ഒന്നാനാകാശത്തിലെ മലക്കുകൾ. അന്നുള്ള ഭൂമി അന്നത്തെ ഭൂമി, അവിടത്തേക്ക് മലക്കുകൾ ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങുന്നു. ഒരു വെളിച്ചം, ഒരു പ്രകാശം അതുവരെ ഉണ്ടാകാത്ത ഒരവസ്ഥ. അല്ലാഹു തആലയുടെ ആഗമനത്തിന്റെ അവസ്ഥയാണ്. അങ്ങനെ കോടാനുകോടി മലക്കുകൾ വന്നിട്ട് ഓരോ ഭാഗത്ത് അവർക്ക് നിശ്ചയിച്ച കണക്ക് പ്രകാരം സഫ് കെട്ടി നിൽക്കുന്ന വൽ മലക്കു സഫൻ സഫാ, അവർക്ക് അണിയൊപ്പിച്ച് നിൽക്കാനുള്ള സ്ഥലത്ത് മലക്കുകൾ നിൽക്കും. അങ്ങനെ ഞങ്ങൾ ബേജാറായിട്ട് ചെന്ന് ചോദിക്കും, ഉന്നാലഹും, മലക്കുകളോട് ചോദിക്കും, അഫീകും റബ്ബുനാ, ഞങ്ങളുടെ റബ്ബ് കൂട്ടത്തിലുണ്ടോ? റബ്ബ് വന്നിട്ടുണ്ടോ? റബ്ബുൽ ഇസ്സത്തിന്റെ ആഗമനമായോ? അപ്പൊ മലക്കുകൾ പറയും, മലക്കുകൾ പറയില്ല, ഇല്ല, ഇപ്പോൾ വരും, അല്ലാഹു ഇപ്പോൾ വരും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ കാണാം പിന്നെയും ശബ്ദം. ആകാശലോകത്തുള്ള മലക്കുകൾ, രണ്ടാനാകാശത്തുള്ള മലക്കുകൾ അതാ വന്നിരിക്കുന്നു. ആദ്യം ഇറങ്ങിയ മലക്കുകളെക്കാളും ഇരട്ടിയുണ്ട്. അവരൊന്നാകമാനം ഇങ്ങോട്ട് വന്നിരുന്നിട്ട് അവരും കോടാനുകോടി മലക്കുകൾ പിന്നെയും സ്ഥാനം പിടിക്കുന്നു. അതോടുകൂടി വെളിച്ചം ഒന്നുകൂടി വർദ്ധിക്കുന്നു. ഞങ്ങൾ ചെന്നുകൊണ്ട് അവരോട് ചോദിക്കും, അഫീക്കും റബ്ബുനാ, റബ്ബ് വന്നിട്ടുണ്ടോ? അവര് പറയും, ലാ വഹുവ ആത്, ഇപ്പോൾ വരും. അതിന്റെ തുടക്കമാണ്, അതിന്റെ ആരവമാണ്, അതിന്റെ ഗാംഭീര്യത തുടിക്കാനുള്ള തുടക്കമാണ്. അതിന്റെ തുടക്കത്തിൽ വരാനുള്ള മലക്കുകളാ വന്നിരിക്കുന്നത്. ആ ഭയാനക നാളിന്റെ ഗാംഭീര്യതയെ തുടിപ്പിക്കുന്ന രംഗങ്ങൾ അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി പറയുകയാണ്, അങ്ങനെ ഘട്ടം ഘട്ടങ്ങളായി ഒന്നാനാകാശം, രണ്ടാനാകാശം, മൂന്നാനാകാശം, ഏഴാനാകാശം വരെയുള്ള ഓരോ ടീമും വന്ന് നിറഞ്ഞു. ഭൂമിയിൽ കോടാനുകോടി മലക്കുകളുടെ ഇരിപ്പൊക്കെ ഉറപ്പിച്ച് സപ്പൊക്കെ ഒപ്പിച്ച് വീർപ്പടക്കി പിടിച്ച് നിൽക്കുന്ന ആ ഘട്ടം വളരെ ശാന്തമായ സമയം. അപ്പോഴതാ സയ്യിദുനാ റസൂലുള്ളാഹി പറയുകയാണ്, അതാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, വയൗമ തശഖഖുസ് സമാഉ ബിൽ ഗമാം വനസ്സിലൽ മലായികതു തൻസീലാ. വാനാന്തരീക്ഷം കാർമേഘ കുടകളെ കൊണ്ട് കീറിപ്പിളർന്ന് പ്രത്യേകമായ ഒരവസ്ഥ സൃഷ്ടിക്കപ്പെടുന്ന ദിവസം ഖുർആൻ പറയുകയാണ്. മേഘക്കുട നമുക്കതെങ്ങനെയാണെന്ന് വിഭാവന ചെയ്യാൻ കഴിയില്ല. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ആ ആയത്ത് അതുപോലെ അർത്ഥം വെക്കാനും നമുക്ക് വിവരമില്ല. ആ ആശയം നമുക്ക് മനസ്സിലായത് നമ്മൾ പഠിക്കുന്നു. മേഘക്കുട കൊണ്ട് ആകാശവാനാന്തരീക്ഷം കീറുന്ന സന്ദർഭം ഒരു പ്രത്യേകമായ വരവാണ്. അല്ലാഹുവിന്റെ ആഗമനത്തിന്റെ സമയമാണ്. മലക്കുകൾ ഒരിറക്കമാണ്, വരവോട് വരവാണ്. അൽ മുൽക്കു ഇന്ന് യഥാർത്ഥമായും അധികാരം മുഴുവനും റഹ്മാനായ അല്ലാഹുവിൽ നിക്ഷിപ്തമാണ്.
കാഫിറുകൾക്ക് ഞെരുക്കം പിടിച്ച ദിവസം തന്നെയാണത്. മുഅ്മിനീങ്ങൾക്ക് അത് ബാധകല്ല. അല്ലാഹു മുഅ്മിനീങ്ങളിൽ കൂട്ടട്ടെ. അവർക്ക് ആ ബേജാറൊന്നും പിടിക്കൂല. അവർ ഈ മലക്കുകൾ വരുന്ന രംഗമൊക്കെ ഇങ്ങനെ കണ്ട് അത് പറയാൻ എനിക്കിപ്പോ ഞാൻ എന്റെ സദസ്സിന്റെ ഗാന്ധിയെ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മുഅ്മിനീങ്ങൾ അതൊക്കെ ഒരു നല്ല കാഴ്ചയായിട്ട് ആരോടൊപ്പം മലകളെ ഒന്നാനാകാത്ത മലക്കുകൾ ആ കൂട്ടത്തിൽ ആരൊക്കെയുള്ളത്? ജിബ്രീൽ ഉണ്ട്, എല്ലാം ഉണ്ട്. റസൂലുള്ളാഹി നമ്മളിവിടെ കുത്തുന്ന കുറച്ച് വർത്താനൊക്കെ പറയാം. മോമിനിങ്ങൾക്ക് ബേജാറുണ്ടാവില്ല. ഖുർആൻ പറയുന്നുണ്ട് നമ്മൾ വരും. ആ ആയത്തൊക്കെ ഇനിയും വരും. ഖുർആനിലെ ആയത്തുമായി അത്തരം സംഭവങ്ങൾ കൂടുതൽ റെഫർ ചെയ്ത് ഈ വിഷയവുമായി നിങ്ങളെ ധരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇന്ന് ചിലപ്പോൾ അഡ്വാൻസ് ആയി പറയാം അബ്ദുൽ ഖൗസർ വരെ ഒന്ന് പോകണം, അല്ലെങ്കിൽ പിന്നെ മറ്റന്നാൾ നരകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അബ്ദുൽ ഖൗസർ പറയാൻ സമയമില്ലാതായി പോകും. അവിടെ ഇരിപ്പ് ഉറപ്പിച്ചോളി അഹദും അസ്വാഫവും. പക്ഷേ സദസ്സ് സ്ഥലം ഞാൻ വരൂലെന്ന് വിചാരിക്കുക. അതുകൊണ്ട് ഗേറ്റിങ്ങിൽ പാറാവുകാരെ 2-3 ആളുകളുണ്ട്. പാറാവുക സാരമില്ല, അത് നല്ലതാ. പുറത്തുനിന്ന് വേറെ ആരെങ്കിലും ഇങ്ങോട്ട് വരാതിരിക്കാനും നല്ലതാ, ഈ ഇവിടെയുള്ളവർ അങ്ങോട്ട് പോകാതിരിക്കാനും നല്ലതാ. അഹദും അസ്വാഫവും ഈ സദസ്സുകാരെ വന്നാൽ സ്ഥലമില്ല എന്നുള്ള പ്രശ്നമേ ഉള്ളൂ. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന ആ ഘട്ടം നോക്ക് നിങ്ങൾ. ഒരു പ്രത്യേകമായ മേഘക്കുടയുടെ തണൽ, ആ തണലുള്ള പ്രത്യേകമായ അവസ്ഥയിൽ മലക്കുകൾ ഇറങ്ങുന്ന രംഗം റസൂലുള്ളാഹി തുടരുകയാണ്. മലക്കുകൾ എല്ലാവരും താഴോട്ട് വർഷിക്കുന്ന സന്ദർഭത്തിൽ അർശിന്റെ കാവൽക്കാർ, അന്ന് പ്രത്യേകം ഉദ്യോഗസ്ഥന്മാർ 8 ആളുകൾ, അവര് അർശ് ചുമന്ന് നിൽക്കുന്നു. വലഹും സജ്ലും ബിത്തസ്ബീഹ്. ആ മഹത്തായ ഗാംഭീര്യ രംഗത്തിന് മാപിടം ചാർത്താൻ അല്ലാഹുവിന്റെ അർശിന്റെ കാവൽക്കാരായ മലക്കുകൾ പ്രത്യേകമായ ഈണത്തിൽ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലുന്നു. സുബ്ഹാനദിൽ ഇസ്സത്തി വൽ ജബറൂത്ത്, സുബ്ഹാനദിൽ മുൽക്കി വൽ മലകൂത്ത്, സുബ്ഹാനൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, സുബ്ഹാനല്ലദീ യുമീത്തുൽ ഖലായിഖ വലാ യമൂത്ത്. അർശിനെ കാക്കുന്ന അർശിന്റെ കാവൽക്കാരായ മലക്കുകൾ ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് ആ മൗനത്തെ ഭേദിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അങ്ങനെ അല്ലാഹുവിന്റെ ആഗമനത്തോടുകൂടി അവിടെ ഒരു ഇളക്കമാണ്, ഒരവസ്ഥയാണ്. ഇനി എന്ത് നടക്കുമെന്ന സംഭീതിജനകമായ സന്ദർഭം. അല്ലാഹുവിന്റെ കുർസിയ് അല്ലാഹു ഉദ്ദേശിക്കുന്നിടത്ത് അല്ലാഹു സ്ഥാപിക്കുന്നു. അങ്ങനെ അല്ലാഹുവിന്റെ ആഗമനം കഴിഞ്ഞു. മലക്കുകളുടെ മുഴുവൻ സെറ്റപ്പോടുകൂടിയുള്ള ആ സപ്പോടുകൂടിയുള്ള നൃത്തം. ആ സമയത്തതാ അല്ലാഹുവിന്റെ ആദ്യത്തെ പ്രഖ്യാപനം. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ആദം മുതൽ അവസാനം വരെയുള്ള ലോകമനുഷ്യർ പരീക്ഷണമാകുന്ന ദുനിയാവിൽ വെച്ച് കളിച്ച് ചിരിച്ച് ധിക്കരിച്ച് നടന്നവർ, അള്ളാഹുവിനെ ചോദ്യം ചെയ്ത നാസ്തികർ, എതിസ്റ്റുകൾ, നിരീശ്വരവാദികൾ, അള്ളാഹുവിന്റെ ദീനിനെ കളിയാക്കിയ ആളുകൾ, മഹാനായ റസൂലുള്ളാഹി തങ്ങളെ വില കുറച്ച ആളുകൾ, അത്തരം ആളുകളൊക്കെ ഒരുമിച്ച് കൂടി വിചാരണയെ നേരിടുകയാണ്. മാലികി യൗമിദ്ദീൻ, ആ പ്രതിഫലം നാളിന്റെ ഉടമക്കാരനായ അള്ളാഹു ആധികാരികമായ ഒരു പ്രഖ്യാപനം നടത്തും. റസൂലുള്ളാഹി പറയുകയാണ്, അള്ളാഹു അവന്റെ പ്രത്യേകമായ പ്രഖ്യാപനം, യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യ സമൂഹമേ, ജിന്ന സമൂഹമേ, ഇന്നി ഖദ് അൻസത്തു ലക്കും മിൻ യൗമ ഖലഖതുകും ഇലാ യൗമിക്കും ഹാദാ അസ്മഉ ഖൗലക്കും വഅറാ അഅമാലക്കും. മനുഷ്യവർഗമേ, ജിന്നവർഗമേ, ഈ കാലമത്രയും നിങ്ങളെ നാം പടച്ച നാൾ മുതൽ ഇന്നത്തെ ഈ ദിവസം വരെയും ഞാൻ നിശബ്ദമായി നിങ്ങൾ പറയുന്നതെന്തും കേട്ട് നിങ്ങൾ ചെയ്യുന്നതെന്തും കണ്ട് എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇനി നിങ്ങൾ ഞാൻ പറയുന്നതൊന്ന് ചെവി കൊടുക്കണം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. മാ അഅലമ ഹാദൽ യൗം, എന്തൊരു ബേജാറ് പിടിച്ച ദിവസമാണ്. അള്ളാഹു പറയുകയാണ്, നിങ്ങൾ അടങ്ങി ഒതുങ്ങിയിരിക്കണം, നിങ്ങളൊന്ന് ശാന്തത കാണിക്കണം. ഇന്നമാ ഹിയ അഅമാലുക്കും, അതാ ഇത് നിങ്ങളുടെ കർമ്മങ്ങൾ, നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾ ഇതാ ഇവിടെ ഇരിക്കുന്നു. വസുഹുഫുക്കും തുഖറഉ അലൈക്കും, നിങ്ങളുടെ ജീവിതത്തിന്റെ നഖചിത്രങ്ങൾ രേഖപ്പെടുത്തിയ ഏടുകൾ, ഗ്രന്ഥങ്ങൾ അതാ അടുത്ത് തന്നെ തുറക്കപ്പെടുന്നു. ഞാൻ ഇടപെടുന്നില്ല. നിങ്ങളുടെ കർമ്മങ്ങൾ ഒരു ഭാഗത്ത്, നിങ്ങൾ ചെയ്തതിനെ കുറിച്ചുള്ള വ്യക്തമായ രേഖ കാണിക്കുന്ന ഏട്, കിതാബ് ഒരു ഭാഗത്ത് നിങ്ങൾക്ക് വായിക്കപ്പെടും. ഫമൻ വജദ ഖൈറൻ ഫല്യഹ്മദില്ലാഹ്, അങ്ങനെ ആ കിതാബിൽ നല്ലത് വല്ലതും കണ്ടാൽ അല്ലാഹുവിനെ വാഴ്ത്തുക. വമൻ വജദ ഗൈറ ദാലിക ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹ,
നല്ലതല്ലാത്ത ഇഷ്ടപ്പെടാത്ത വല്ലതും ആ കിതാബിൽ കാണുന്നെങ്കിൽ നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തുക, ഇവിടെ പറഞ്ഞിട്ടു കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ സംസാരം തുടങ്ങുകയാണ്. അങ്ങനെ വിചാരണ എടുക്കുന്നു. ഓരോരുത്തരെയും വിചാരണ ചെയ്യുന്ന സന്ദർഭം ഉടനെ തന്നെ ഇനി ഈ വിചാരണക്ക് കുറച്ചുകൂടി മാറ്റുകൂട്ടാൻ റസൂലുള്ള പറയുകയാണ്. ജഹന്നമിനോട് കൽപ്പന, ജഹന്നം എന്ന നരകത്തോട് അല്ലാഹുവിന്റെ കൽപ്പന, അതിൽ നിന്ന്, നരകത്തിൽ നിന്ന് ഒരു പ്രത്യേക കഴുത്ത്. നമുക്ക് വിഭാവന ചെയ്യാൻ കഴിയില്ല, പക്ഷെ ഇപ്പം കുറെയൊക്കെ വിഭാവന ചെയ്യാം. വലിയ കെട്ടിടങ്ങളെയൊക്കെ എത്രയോ ദൂരത്തുനിന്ന് ഒന്നിച്ച് ചങ്ങലക്കിട്ട് കുടുക്കി അടിയിൽ നിന്ന് പൊക്കിയെടുത്ത്, ബുൾഡോസർ കൊണ്ട് പൊക്കിയെടുത്ത് ഒന്നിച്ച് എത്രയോ മീറ്ററുകൾ ദൂരങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന തുമ്പിക്കൈകൾ അല്ലേ, എയർപോർട്ട് വർക്കൊക്കെ കാണുന്നില്ലേ? ആധുനിക ലോകത്തെ മനുഷ്യന്മാരുണ്ടാക്കി തീർത്ത വർക്കുകൾ. നരകത്തിൽ നിന്ന് ഒരു പ്രത്യേകമായ ചങ്ങലയും ഒരു പ്രത്യേകമായ കുളത്തും ഒരു കഴുത്തും പുറത്തേക്ക് തൂങ്ങി നിൽക്കുന്നു. ആ ജഹന്നം എന്ന ഭാഗത്തെ മഹ്ശറിലുള്ള ജനങ്ങളിലേക്ക് കാണുമാറുള്ള ഒരു ഭാഗം പ്രത്യേകമായി വെളിപ്പെടുത്തപ്പെടുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ജഹന്നം എന്ന നരകത്തിന്റെ ഭാഗം അവിടെ കാണിക്കപ്പെടുന്നു. അവിടെ വെച്ചത് ആദ്യത്തെ കൽപ്പന വരുന്നു, അള്ളാഹുവിന്റെ വിചാരണ ആരംഭിക്കുകയാണ്. ഇവിടെ അതാ ഇപ്പോൾ വന്നു നിൽക്കുന്ന ഘട്ടം, കുറച്ച് നല്ലവരും കുറച്ച് ചീത്തവരും കുറച്ച് മോശക്കാരും ഒക്കെ ഉണ്ട് കൂട്ടത്തിലിരിക്കുന്നു. നിസ്കാരം കുറച്ചൊക്കെ ഒപ്പിച്ചവരും കളാക്കിയവരും ഒരു വക്ത് പോലും നിസ്കരിക്കാത്തവരും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അർശിന്റെ തണലുള്ള മോമിനിയങ്ങളല്ലേ ഒരു ഭാഗത്തേക്കൊന്ന് മാറി നിൽക്കുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഇടകലർന്ന് നിൽക്കുക. ഇടകലർന്ന് നിന്നാ പറ്റൂല. വിചാരണയുടെ കാർക്കശ്യം, വിചാരണയുടെ നീതി നടപ്പിലാകണം. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഇരുന്നാ പറ്റൂല. തെമ്മാടികളെ മാറി നിൽക്കൂ. ഇവിടെ ഒന്നിച്ചു നിൽക്കാൻ പറ്റുന്ന സ്ഥലമല്ല. അലമ്മഹദിയിലേക്കും യാ ബനീ ആദം അല്ലാ തഅബുദു ശൈത്താന ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ വഅൻ ഇഅ്ബുദൂനി ഹാദാ സിറാത്തുൻ മുസ്തഖീം വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറൻ അഫലം തകൂനൂ തഅഖിലൂൻ ഹാദിഹി ജഹന്നമു അല്ലതീ കുൻതും തുഅദൂൻ ഇസ്ലൗഹാ അൽയൗമ ബിമാ കുൻതും തക്ഫുറൂൻ. അല്ലാഹു നമുക്കാക്കുമാറാകട്ടെ. മുജ്രിമീങ്ങളായ ആളുകളെ മാറ്റി നിർത്തുന്ന ആ ഗൗരവം, വംതാദുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റം ചെയ്ത തെമ്മാടികളെ മാറി നിൽക്കൂ. അലമ്മഹദിയിലേക്കും യാ ബനീ ആദം, മനുഷ്യ മക്കളെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് തന്നിട്ടില്ലായിരുന്നോ? അല്ലാ തഅബുദു ശൈത്താൻ, എന്റെ കൽപ്പനയ്ക്ക് നിരാകരണം നടത്തുന്ന ശൈത്താന്റെ അടിമകളായി പോകരുതെന്ന്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, അവന്റെ വ്യക്തമായ ശത്രുതാ മനസ്ഥിതിയെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? എനിക്ക് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം, ഇതാണ് ശരിയായ മാർഗം എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? പല ജനങ്ങളെയും അവൻ വഴിവേപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? അഫലം തകൂനൂ തഅഖിലൂൻ, നിങ്ങൾക്ക് ചിന്തിക്കാമായിരുന്നില്ലേ? പാപികളായ മുസ്ലിമീങ്ങൾ വിരല് കടിക്കുന്ന രംഗത്തേക്ക് എത്തുകയാണ്. നരകിക്കുന്ന ഘട്ടത്തിലേക്ക്, അള്ളാഹുവിന്റെ വിചാരണക്ക് മുമ്പിൽ പതറിപ്പോകുന്ന ഘട്ടം. ആ വിചാരണയാണ് ഇന്നത്തെ വിഷയം ഇൻഷാ അല്ലാഹ്. അള്ളാഹു ആ വിചാരണയുടെ നാളിൽ നമ്മളോട് റഹ്മത്ത് കാണിക്കട്ടെ. അഫലം തകൂനൂ തഅഖിലൂൻ, നിങ്ങൾക്ക് ചിന്തിക്കാമായിരുന്നില്ലേ? അതുകൊണ്ട് മുജ്രിമീങ്ങളെ മാറി നിൽക്കൂ. ഹാദിഹി ജഹന്നമു അല്ലതീ കുൻതും തുഅദൂൻ, നിങ്ങളോട് നേരത്തെ പ്രവാചകന്മാരൊക്കെ വാദിലൂടെ പറഞ്ഞ, ഖുർആനിലൂടെ പറഞ്ഞ, തൗറാത്തിലൂടെ പറഞ്ഞ, ഇൻജീലിലൂടെ പറഞ്ഞ, സബൂറിലൂടെ പറഞ്ഞ നരകമിത ഇവിടെ കിടക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് പോകാനുള്ളത് അവിടത്തേക്കാൾ. ധിക്കരിച്ചത് കൊണ്ടാണ്, വെറുതെ ഒന്നുമല്ല. നിങ്ങളുടെ ധിക്കാരം കൊണ്ട് നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ജഹന്നം. ഈ കൽപ്പന അങ്ങ് വരുമ്പോഴേക്ക് മുസ്ലിമുകൾ ഇനം തിരിയുന്നു, ഓരോരുത്തരും ഓരോ ഭാഗത്തേക്ക്. ഓരോ ഭാഗത്തേക്കും ക്രമീകരിക്കപ്പെട്ട് ഓരോ സൈസ് ആൾക്കാരൊക്കെ ഓരോ ഭാഗത്തേക്ക്. തെമ്മാടികൾ, കുറച്ച് തെമ്മാടികൾ, ഹാഫ് തെമ്മാടികൾ, അങ്ങനെ ഓരോരുത്തരും ഓരോ ഭാഗത്തേക്ക് മാറി നിൽക്കുന്ന ഘട്ടം. അപ്പോഴാ അല്ലാഹുവിന്റെ കൽപ്പന വരും. ഹദീസിൽ കാണാം, ഓരോരുത്തരെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തുന്നതോടുകൂടി ഭീകരത തടുക്കാൻ കഴിയാതെ, കാലുമല നിൽക്കാൻ കഴിയുന്നില്ല മനുഷ്യന്മാർക്ക്. മുട്ടുകുത്തി നിൽക്കുകയാണ്, എല്ലാ മനുഷ്യന്മാരും മുട്ടുകുത്തി നിൽക്കുകയാണ്. നിൽക്കാൻ ധൈര്യമില്ല. ഇതാ കിതാബിലേക്ക് ക്ഷണിക്കപ്പെടുന്നു. വിചാരണ തരുന്നതിന് മുമ്പ്, വിചാരണ നടക്കാനുള്ള പുസ്തകം കൊടുക്കണം, ബില്ല് കൊടുക്കണം ആദ്യം. എന്നിട്ട് പറയണം പരിശോധിക്കുക, വല്ല കുഴപ്പമുണ്ടോ
കുഴപ്പമുണ്ടോ, നമ്മുടെ കമ്പ്യൂട്ടറിന് വല്ല മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ ഇവിടെ പറയും. അവിടെയാണ് അങ്ങോട്ട് കൊടുക്കുന്നത്. എന്നാൽ അത് വാങ്ങാൻ നിൽക്കുന്ന ആളുകളുടെ അവസ്ഥ, എല്ലാ ഉമ്മത്തുകളെയും നബിയെ നിങ്ങൾക്ക് കാണാൻ കഴിയും, മുട്ടുകുത്തി നിൽക്കുന്നു. അവരവരുടെ ഗ്രന്ഥത്തിലേക്ക് അവർക്ക് റെക്കോർഡ് പുസ്തകം കൊടുക്കാൻ പോവുകയാണ്. ആ സമയത്ത് എല്ലാവരും കിതാബിന് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുന്ന സന്ദർഭം റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അല്ലാഹു തആല വിധിക്കുന്നു, മനുഷ്യർ ജിന്ന് വർഗം രണ്ട് വർഗത്തെ അങ്ങ് മാറ്റി അവിടെ നിർത്തി. ബാക്കിയുള്ള കുറെ ജന്തുക്കളുണ്ടല്ലോ, മൃഗങ്ങൾ, ആനയും പോത്തും പശുവും കോഴിയും ജന്തുക്കൾ, അവരെയൊക്കെ ഒരു തീരുമാനത്തിലെത്തണം. ഇതുവരെ നിങ്ങൾ മറന്നിട്ടുണ്ടാവുകയില്ല, അവരെല്ലാവരും രംഗത്ത് സജീവമാണ്. നമ്മളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതൊക്കെ അവിടൊക്കെ തന്നെ ബന്ധപ്പെട്ട് നിൽക്കും. നമ്മൾ വഴിയത്തറുത്ത മൃഗം നമുക്ക് തണലായി വാഹനമായി അവിടെ വരും. അതൊക്കെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ആ വന്യമൃഗങ്ങളെയും ജന്തുക്കളെയും ജീവജാലങ്ങളെയും മുഴുവൻ അല്ലാഹു തആല ഇങ്ങോട്ട് രംഗത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവരുടെ തീരുമാനത്തിൽ കൽപ്പന എടുക്കും. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഹത്താ അന്നഹു ലയഖ്തദ മാ ലാ ഖർന ലഹാ മിൻ ദാത്തിൽ ഖർനി. കൊമ്പുള്ള ആട് ദുനിയാവിൽ കൊമ്പുകൊണ്ട് കൊമ്പില്ലാത്ത ആടുകളെ കുത്തി വേദനിപ്പിച്ചെങ്കിൽ അതിന്റെ പ്രതികാര നടപടി അല്ലാഹു തആല അവിടെ എടുക്കുമെന്ന് ശഫീഉ ഗിഫാരി പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ മദീനത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയം രണ്ട് ആടുകൾ ഇങ്ങനെ കുത്തുകൂടുന്നു. രണ്ട് ആടുകളുണ്ട് ഇങ്ങനെ കുത്തുകൂടുന്നു, കാലും കയ്യൊക്കെ പൊന്തിച്ചിട്ട്. ഇത് കണ്ടപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, അബൂദർ അത്തദ്രീ ഫീമ യൻതതിഹാൻ, അവരെന്തിനാ കുത്തുകൂടുന്നത്? അബൂദറെ, ആ ആടുകൾ എന്തിനാ വഴക്ക് കൂടുന്നത്? അടിയും പിടിയൊക്കെ ഉണ്ടല്ലോ. അബൂദർ പറഞ്ഞു, അറിയില്ല നബിയെ, എന്തിനാണെന്ന് അറിയില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വലാകിന്നല്ലാഹ യദ്രീ, അല്ലാഹുവിനറിയാം എന്താണ് കാര്യമെന്ത്, എന്താണ് കാരണമെന്ന് അല്ലാഹുവിനറിയാം. വസയഖ്ലി ബൈനഹുമാ യൗമൽ ഖിയാമ, ഇമാം അഹ്മദ് മുസ്നദിൽ ഉദ്ധരിക്കുന്നു. നാളെ പരലോകത്ത് കൊമ്പുള്ളതും കൊമ്പില്ലാത്തതും കുത്തുകൂടിയവരും അടിപിടി കൂടിയവരും ഒക്കെ തമ്മിൽ, മൃഗങ്ങൾ ജീവജാലങ്ങൾക്കിടയിൽ അല്ലാഹു പ്രതികാര നടപടി എടുക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി ആ രംഗത്തെ പറ്റി ഹദീസിൽ പറയുകയാണ്. ഫലം തബ്ഖ തബിഅത്തുൻ ഇൻദ വാഹിദത്തിൻ ലിഉഖ്റാ, ഒന്നിനൊന്നിനോട് പ്രതികാരം ഇല്ല. ഇനി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലോസ് ആക്കി, കൊടുക്കാനുള്ളതും വാങ്ങാനുള്ളതും ഒക്കെ അല്ലാഹു തആല അവിടെ തന്നെ പറഞ്ഞ് ഇതിനൊന്നും സമയം കൂടുതൽ വേണ്ട. അല്ലാഹുവിന്റെ ലോകത്തുള്ള സമയം അല്ലാഹുവിനെ എത്രയും നിയന്ത്രിക്കാം. അപ്പോഴാണ് അല്ലാഹു തആല അവറ്റകളോട് ഒന്നിച്ച് പറയും, കൂനീ തുറാബാ, നിങ്ങൾക്ക് ഇനി മണ്ണാകാം. നിങ്ങളുടെ കാര്യം ഒന്നങ്ങ് മാറ്റിവെച്ചെങ്കിലും മനുഷ്യന്മാരെ കൊണ്ടുണ്ട് 4 കളി കളിക്കാൻ. അതുകൊണ്ട് നിങ്ങളൊന്നങ്ങ് മാറി നിൽക്കൂ. കൂനി തുറാബാ ഫഇൻദ ദാലിക യഖൂലുൽ കാഫിർ, അപ്പോഴാണ് ഇതിങ്ങനെ കാണുമ്പോൾ ഞെട്ടി വിഷമിച്ച് മുട്ടുംകാലുമേൽ ഇങ്ങനെ കുത്തി വിയർപ്പിൽ കുന്നുകൂടി നിൽക്കുന്ന കാഫിർ പറയും, യാ ലൈതനീ കുന്തു തുറാബാ. അതാണ് സൂറത്തുൻ നബയിൽ അല്ലാഹു പറഞ്ഞത്, ഇന്നാ അൻദർനാകും അദാബൻ ഖരീബാ യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാ. വളരെ അടുത്ത് തന്നെ നിൽക്കുന്ന പരലോക ദിവസത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു. യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാ, മനുഷ്യർ അവർ ചെയ്ത കാര്യങ്ങളെ മുഴുവൻ മുൻപിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയം. വയഖൂലുൽ കാഫിറു യാ ലൈതനീ കുന്തു തുറാബാ, ഞാൻ ഇവറ്റകളെ പോലെ മണ്ണായി തീർന്നിരുന്നെങ്കിൽ നന്നായിരുന്നേനെ, മണ്ണായി പോയാൽ എന്തൊരു സുഖമായിരുന്നു ഞാനെന്ന് അവിടെ വെച്ച് വിലപിക്കുന്ന വ്യത കൊള്ളുന്ന സന്ദർഭം. അതിനവസരം ഉണ്ടാക്കല്ലേ മോമിനീങ്ങളെ. അത് കാണുമ്പം അത് മോഹിക്കണ്ട. നമുക്ക് മോമിനായി നിന്നാ പിന്നെ ബേജാറാകേണ്ട പ്രശ്നമില്ല. അങ്ങനെ എല്ലാറ്റിനെയും മണ്ണാക്കി ഇനി റെക്കോർഡ് കയ്യിൽ കൊടുക്കണം, നേരിട്ട് സമർപ്പണം. അപ്പോഴല്ലേ അതൊക്കെ അള്ളാഹുവിന്റെ നീതിയാണ് തെളിയിക്കുന്നത്. എന്തിനാ കിതാബ് കൊടുക്കുന്നത്? എന്തിനാ ഒരു മീസാന്? ഇതിന്റെയൊക്കെ ശാസ്ത്രീയ വശം, ബുദ്ധിപരമായ അവസ്ഥ ഞാൻ ഈ വഅദിൽ ഉപേക്ഷിക്കുക. എന്തുകൊണ്ട്? മോമിനീങ്ങളോട് റമദാൻ മാസത്തിലെ വഅദല്ലേ, അതിന് കുറച്ച് സയന്റിഫിക്കലായി പറയാൻ പുറപ്പെട്ട സമയം എവിടെ എത്തൂല. എനിക്കറിയാം, 1-2 സംഭവങ്ങളെയൊക്കെ ശാസ്ത്രീയമായി തുന്നിപ്പിടിപ്പിച്ച് ബന്ധപ്പെടുത്തിയാൽ ആളുകൾക്ക് കൂടുതൽ ബോധ്യമാവും. എനിക്ക് താല്പര്യമുള്ള ശൈലിയാ. പക്ഷെ ഞാൻ എങ്ങനെ നോക്കിയിട്ടും വിഷയത്തെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്കൊക്കെ തന്നെ മനസ്സിലാക്കാം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ മതിയല്ലോ. അള്ളാഹു കിതാബ് കൊടുക്കും, എന്നിട്ട് ആ കിതാബ് വായിക്കാൻ പറയും. സ്വയം വായിച്ച് തെറ്റ് ബോധ്യപ്പെടും, എന്നിട്ടാണ് ശിക്ഷിക്കുക. അത് നീതിയാണ്. ഇപ്പൊ എങ്ങനെ ഉണ്ടോ? നിന്നെപ്പറ്റി നീ തന്നെ പറയൂ എന്ന് അള്ളാഹു പറയല്ലേ. അതുപോലെ നന്മ തിന്മകളെ തൂക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അടിമകളെ ഞാൻ ദ്രോഹിക്കുകയില്ല എന്ന് തെളിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ ആ രംഗത്തെ കുറിച്ച് പറയുന്നു. നന്മ തിന്മകളുടെ കിതാബ് കയ്യിലേക്ക് കിട്ടുന്ന രംഗം. ഓരോ ലീഡർമാർ മാറി നിൽക്കി, ഓരോരുത്തരും മാറി നിൽക്കി.
ഓരോ നബിമാരുടെയും അനുയായികൾ ഓരോ ഭാഗത്ത്, ഓരോ നബിമാരുടെയും അനുയായികൾ ഓരോ ഭാഗത്ത്. ഇങ്ങനെ ഓരോരുത്തരെയും ഓരോ ഭാഗത്തേക്ക് കിതാബ് കൊടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാം സെക്കൻഡ് നേരം കൊണ്ട് അള്ളാഹുവിന്റെ സംവിധാനമാണ്. എല്ലാം നടത്തി ആ സമയത്തിന്റെ ബേജാറിനെ കുറിച്ച് റസൂലുള്ള പറയുകയാണ്. ആയിഷ ബീവി പറയുകയാണ്, ഒരിക്കൽ എന്റെ വീട്ടിൽ വെച്ച് ഞാൻ ഇരിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ എന്റെ മടിയിൽ തല വെച്ചു കിടക്കുകയായിരുന്നു. മടിയിൽ അവിടുത്തെ പൂമുഖം വെച്ചുകൊണ്ട് ഉറങ്ങുന്നു. റസൂലുള്ളാഹി ഉറങ്ങുമ്പോൾ അവിടുത്തെ പൂമുഖം തൊട്ട് തടവിയിരിക്കുമ്പോ പെട്ടെന്ന് എനിക്ക് ആഖിറത്തിനെ കുറിച്ച് ഇങ്ങനെ വിചാരം വന്നു. ആയിഷ ബീവിക്ക് വിചാരം വരാതിരിക്കോ? ആഖിറത്തിലെ ലീഡറായ, ആഖിറത്തിന്റെ അധികാരിയായ, അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത ആളായ ഹബീബായ റസൂലുള്ളാഹ് എന്റെ സ്വന്തമായ ഭർത്താവല്ലേ, എന്റെ രക്തവും തമ്മിൽ ബന്ധപ്പെട്ട, ശരീരവും തമ്മിൽ ബന്ധപ്പെട്ട എന്റെ പുന്നാര ഭർത്താവല്ലേ ഈ കിടക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ഓരോന്ന് ആലോചിച്ചു പോയി. ആഖിറത്തെ കുറിച്ച് ഞാൻ അങ്ങോട്ട് ചിന്തിച്ചപ്പം ഞാൻ അങ്ങ് കരഞ്ഞുപോയി. റസൂലുള്ളാഹിനെ മടിയിൽ കിടത്തിയിട്ട് ഉറക്കുന്ന ആയിഷ ബീവി കരഞ്ഞുപോയി. കണ്ണുനീർ കണങ്ങൾ ഒലിച്ചു. റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് വീണു. പുന്നാരബി പൊട്ടി ഞെട്ടി ഉണർന്നു. അവിടുന്ന് ചോദിച്ചു, മാതായുബിക്കി ആയിഷ, എന്തേ ആയിഷ കരയുന്നു? അപ്പൊ ആയിഷ ബീവി പറഞ്ഞു, നബിയേ, നരകത്തെ കുറിച്ച് ആലോചിച്ചിട്ട് കരഞ്ഞു പോയതാണ് നബിയേ. അവിടുന്ന് എന്നെ ഓർക്കൂല നബിയേ, അങ്ങയുടെ ഭാര്യമാരെ കുറിച്ച് അങ്ങ് പരലോകത്ത് വെച്ച് ഓർക്കുമില്ലേ? അവിടുന്ന് അങ്ങ് ഞങ്ങളെ സഹായിക്കില്ലേ? അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഷഫീഉൽ മുദ്നിബീനാണ്. എന്നാൽ അതിനുമുണ്ട് ഒരു ചെറിയ വരമ്പ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആ സമയത്ത് പറയുന്നു, ആയിഷ, നിങ്ങളെയൊക്കെ ഓർക്കാനും സഹായിക്കാനും ശഫാഅത്ത് ചെയ്യാനും ഒക്കെയുള്ള രംഗമുണ്ടെങ്കിലും അമ്മാ ഫീ സലാസത്തി മവാഖിന ഫലാ യദ്കുറു അഹദുൻ അഹദാ, 3 ഘട്ടമുണ്ട് ആയിഷ മഹ്ശറിൽ. അവിടെ ഒരൊറ്റ കുട്ടിയും മറ്റൊരാളെ ആലോചിക്കൂല. ആർക്കും ആരെ പറ്റി ആലോചന ഇല്ലാത്ത 3 ഘട്ടങ്ങളുണ്ട്. ഒന്ന് ഇൻദൽ മീസാൻ, മീസാൻ നന്മത്തിന്മകൾ കണക്കാക്കി കൂട്ടി കഴിച്ച് നോക്കുന്ന ആ സമയമുണ്ടല്ലോ, ഹത്താ യഅലമ അയഹ്ഫു മീസാനുഹു അം യസ്ഖുൽ, എങ്ങോട്ടാണ് തുലാസ് നീങ്ങുന്നത്? തുലാസിന്റെ സ്വഭാവം നമുക്ക് വിഭാവനം ചെയ്യാൻ പറ്റില്ല. എന്നാലും ആ കണക്കും തൂക്കവും ഒക്കെ എല്ലാവർക്കും മനസ്സിലാവും. തൂക്കം കൂടുതൽ എങ്ങോട്ടാണെന്ന് നോക്കി നിൽക്കുന്ന ആകാശം ആ സമയം ആരെയും ഓർക്കില്ല. രണ്ടാമത്തെ ഘട്ടം വൈന്ദർ കിതാബ്, നന്മത്തിന്മയുടെ ഗ്രന്ഥം കൊടുക്കുന്ന സമയമുണ്ടല്ലോ, എന്റെ കിതാബിനെ ഒന്ന് വായിച്ചു നോക്ക് എന്ന് പറയാൻ നേരെ കയ്യിലേക്ക് കിട്ടുന്ന സമയത്ത് അത് ഇടത്തെ കയ്യിലൂടെയാണോ വരുന്നത്, അതല്ല വലത്തെ കയ്യിലൂടെയാണോ വരുന്നത് എന്ന് നോക്കി നിൽക്കുന്ന ഒരു സമയമുണ്ട്, ആകാംക്ഷമുറ്റിയ സമയം. അവിടെ ആരും ആരെയും ഓർക്കുകയില്ല. മൂന്നാമത്തത് ജഹന്നം എന്ന നരകത്തിന്റെ മുകൾ ഭാഗത്തൂടെ സിറാത്ത് എന്ന പാലം സ്ഥാപിക്കപ്പെട്ട് അവിടെ അങ്ങോട്ട് കേറാൻ പറയുമ്പോ ആർക്കും ആരും ഓർക്കൂല. അവനവന്റെ രക്ഷപ്പെടാനുള്ള പഴുതാണ് ആലോചിക്കുക ആയിഷ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി പറയുകയാണ്. ഫമൻ ഊതിയ കിതാബഹു ബിയമീനിഹി, ഞാൻ രണ്ടാക്കി തന്നെ മനസ്സിലാക്കി തരാം. എല്ലാ നേതാക്കന്മാരെയും ജനങ്ങൾക്ക് കൂടെ വിളിച്ചു വരുത്തും. നിങ്ങൾ പറഞ്ഞതിനും ചെയ്തതിനും ഒക്കെ പ്രതിഫലമുള്ള ദിവസമാണ്. സൂറത്തുൽ ജാസിയ. ഇത് നമ്മുടെ ഗ്രന്ഥമാണ്, നാം റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ച ഫയലുകളാണ്. സത്യസന്ധമായി ന്യായമായി നിങ്ങൾക്ക് ഇത് സംസാരിച്ചു തരും. നിങ്ങളുടെ കർമ്മങ്ങളെ ഒപ്പിയെടുത്ത് സൂക്ഷിക്കുകയായിരുന്നു നാം. അതിന് റഖീബ് എന്ന മലക്കുകൾ ഒരു ഭാഗത്ത്. ഭൂമി മൊത്തം റെക്കോർഡിംഗ് മെഷീനാണ്. ഭൂമി മൊത്തം റെക്കോർഡ് ചെയ്യുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാഹു പറയുകയാണ്, വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ.
എല്ലാവരുടെയും നന്മ തിന്മകളെ സൂക്ഷിക്കാൻ മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നന്മയും തിന്മയും എഴുതപ്പെട്ട കിതാബ് നാളെ ആഖിറത്തിലേക്ക് തുറന്ന പുസ്തകമാണ്. അതങ്ങോട്ട് വെച്ചു കൊടുക്കും. ഇഖ്റ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. അല്ലയോ മനുഷ്യ, നീ നിന്റെ ഈ റെക്കോർഡ് വായിച്ചു നോക്കൂ, നിന്റെ ഫയലുകൾ നീ തന്നെ ഒന്ന് പരിശോധിക്കൂ. ഇഖ്റ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. നിന്നെ വിചാരണ ചെയ്യാൻ നിന്റെ ഗ്രന്ഥം മാത്രം മതിയടോ. അതുകൊണ്ട് നീ തന്നെ പറയൂ നിന്നെ പറ്റിയുള്ള തീരുമാനം. സൂറത്തുൽ ഇസ്രാഈൽ, സൂറത്തുൽ കഹ്ഫിൽ വവുദിഅൽ കിതാബ്, നന്മതിന്മകൾ രേഖപ്പെടുത്തിയ കിതാബ് കൊടുക്കപ്പെട്ടു. ഫതറൽ മുസ്ലിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി. പാപികളായ തമ്മാടികൾ ആ കിതാബിൽ കാണുന്ന രംഗങ്ങൾ കാണുമ്പോഴേക്ക് വ്യാകുല ചിത്തരായി വിഷമത്തോടുകൂടി പൊട്ടിക്കരയുന്നു. വയഖൂലൂന, അവര് നിലവിളിച്ചുകൊണ്ട് പറയും, യാ വൈലതനാ മാലി ഹാദൽ കിതാബ്, ഞങ്ങളുടെ കഷ്ടമേ, ഞങ്ങളുടെ നഷ്ടമേ, എന്തു സംഭവിച്ചിരിക്കുന്നു ഈ ഗ്രന്ഥത്തിന്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെറുതും വലുതുമായ ഒരൊറ്റ സംഗതിയും ഈ കിതാബിൽ ഇല്ലാതെ പോയിട്ടില്ല. മുഴുവൻ എഴുതിയിരിക്കുന്നല്ലോ പടച്ചവനെ. ആരും അറിയാതെ റമദാൻ മാസം നോമ്പൊഴിവാക്കുന്ന യുവാക്കളെ, സ്വന്തം ചമ്മാട്ടെന്ന് തിരൂരങ്ങാടി നിന്ന് ഭക്ഷണം കഴിക്കുന്നത് നാട്ടുകാർ കാണുമെന്ന് കരുതിയിട്ട് ടിക്കറ്റും കൊടുത്ത് കോഴിക്കോട്ട് പോയി മുസ്ലിമീങ്ങൾ ഇല്ലാത്ത മൂലക്ക് ഭക്ഷണം കഴിച്ച് റമദാൻ മാസത്തിന്റെ മുഖത്ത് കരിവാരി തേക്കുന്ന യുവാക്കളെ, അതും അവിടെ കാണും. അതിന്റെ ഗൗരവത്തിന്റെ തുടിപ്പുകൾ അടക്കം കാണും. അത് വെറും ഫോട്ടോ അല്ല, വെറും ആൽബം അല്ല, വെറും ഓഡിയോ അല്ല, വെറും വീഡിയോ അല്ല. എല്ലാ വികാര തുടിപ്പുകളെയും കാണിച്ചുകൊണ്ട് എന്ത് പറ്റിപ്പോയി ഈ കിതാബിന് പടച്ചവനെ. യാ വൈലതനാ, കഷ്ടമേ, ഞങ്ങളുടെ ദുഃഖമേ എന്ന് പറഞ്ഞുകൊണ്ട് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. വളരെ ചെറുതും വളരെ വലുതും എല്ലാം ഉൾക്കൊണ്ട കിതാബ്. വവജദൂ മാ അമിലൂ ഹാദിറ.